ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഓർഗാനിക് പഠിച്ചു കഴിഞ്ഞു. അതില് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കും, നിങ്ങൾ ചോദിക്കും എന്തായാലും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്തായിരുന്നു? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഹാലജൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഈതർ, അമീൻ, അമൈഡ്, നൈട്രോ കോമ്പൗണ്ട്, നൈട്രൈൽ, അസൈൽ ഹാലൈഡ്. ഇത്രേ ഉള്ളൂ കേട്ടോ. 15 ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഓർത്ത് നോക്കണം. ഈതർ എന്തായിരുന്നു? ROR, ഓക്സിജൻ ആണ് വരുന്നത് അല്ലെ. നൈട്രൈൽ RCN, CN ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. അത്രയും കിട്ടണം. CN ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ദെൻ നെക്സ്റ്റ് എസ്റ്റർ എന്തായിരുന്നു? RCOO R'. അമീൻ, അമീൻ NH2 കണ്ടോ. ദെൻ മീനാക്ഷി അമൈഡ് RCO NH2 അല്ലേ. ദെൻ നെക്സ്റ്റ് ആൽഡിഹൈഡ്, ആൽഡിഹൈഡ് CHO കേട്ടോ. ഓക്കെ, ദെൻ ആൽക്കഹോൾ, അമീൻ NH2, അമൈഡ് മനെ എന്തരാ RCO NH2. ദെൻ നിങ്ങളെ ആൽക്കഹോൾ, ദെൻ ആൽഡിഹൈഡ് CHO. കീറ്റോൺ, കീറ്റോൺ RCOR. ദെൻ നെക്സ്റ്റ് എസ്റ്റർ RCOO R'. ദെൻ കാർബോക്സിലിക് ആസിഡ്, ദെൻ കീറ്റോൺ CO അല്ലെ, RCOR കിട്ടണം. ക്ലിയർ ആയിട്ട് ലാസ്റ്റ് എന്തായാലും റിപ്പീറ്റ് ചെയ്യും. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കുക കേട്ടോ. എന്ന പുതിയ ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺ. ലാസ്റ്റ് ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ കാർബൺ. ടോട്ടൽ ചാപ്റ്റർ ഒന്ന് പറയാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ടോട്ടൽ ചാപ്റ്റർ ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന സമയത്ത് ഓർഗാനിക് കെമിസ്ട്രിയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോ ആദ്യം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ആൽക്കെയിൻ. ഫസ്റ്റ് എന്തായിരിക്കും? ആൽക്കെയിൻ. ദെൻ ആൽക്കീൻ. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആൽക്കൈൻ. ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ബെൻസീൻ, ബെൻസീന്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ബെൻസീനിൽ നിന്ന് ഫിനോൾ വരുന്നത്, അങ്ങനെയുള്ള ബെൻസീൻ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് വരുന്നത്. അങ്ങനെ 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ആദ്യത്തെ ഹെഡിങ് എന്താന്ന് പറഞ്ഞേ? ആൽക്കെയിൻ. അപ്പൊ ചാപ്റ്ററിന്റെ ഹെഡിങ്സുകൾ എന്ന് പറഞ്ഞേ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ കേട്ടോ. ഓക്കെ, ഇതാണ് ടോട്ടൽ ചാപ്റ്ററിൽ. ഇനി നിങ്ങൾ ഓർത്ത് നോക്കാം, ആൽക്കെയിൻ എന്നൊക്കെ പഠിപ്പിക്കും. ആൽക്കെയിൻ എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ അവിടെ ആദ്യം തന്നെ നോമൻക്ലേച്ചർ. ആദ്യം എന്തായിരിക്കും? നോമൻക്ലേച്ചർ. അപ്പൊ ആ നോമൻക്ലേച്ചർ കുറെ ഇങ്ങനെ ചെയ്യും കേട്ടോ. ഓർത്തൊക്കെ റൂളൊക്കെ വെച്ച് നമ്മൾ ചെയ്യും. അതുകൊണ്ടാണ് മറ്റേ ചാപ്റ്ററിലെ ഉള്ള നോമൻക്ലേച്ചർ അല്ലെ, ഒരു 40 ക്വസ്റ്റൻ ഒക്കെ അല്ലേ നമ്മൾ അതിൽ ചെയ്ത്. അതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ വീണ്ടും വരികയാണ് നോമൻക്ലേച്ചർ. ഈ നോമൻക്ലേച്ചർ ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രിപ്പറേഷൻ. പിന്നെ എന്തായിരിക്കും? പ്രിപ്പറേഷൻ. അപ്പൊ നോമൻക്ലേച്ചർ, പ്രിപ്പറേഷൻ. അപ്പൊ ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ എടുക്കും. പ്രിപ്പറേഷൻ കുറെ ഹെഡിങ്സുകൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടുത്ത വർഷം ഉള്ളത് തന്നെയാണ്. ഈ വർഷവും ചോദിക്കും, അടുത്ത വർഷവും ചോദിക്കും. റൂട്ട്സ്, WURTZ, റൂട്ട്സ് റിയാക്ഷൻ ഓർത്ത് നോക്കുക. ദെൻ കോൾസ് ഇലക്ട്രോലിറ്റിക് റിയാക്ഷൻ, ദെൻ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഇത്രയുണ്ട് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അടുത്ത വർഷവും ഈ സെയിം റിയാക്ഷൻ അതേ പേരിൽ തന്നെ ചോദിക്കും. ദെൻ നെക്സ്റ്റ് അടുത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. അപ്പൊ എന്തൊക്കെയായിരുന്നു? നോമൻക്ലേച്ചർ, പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി. ദെൻ അടുത്ത എന്തായിരിക്കും? കെമിക്കൽ പ്രോപ്പർട്ടി. ഇത്രയാണ് 4 ഹെഡിങ്സ്. അപ്പോൾ ഓരോ ഹെഡിങ്ങിന്റെ അകത്തും ഈ 4 ഹെഡിങ്സ് വരും. ഏതിനൊക്കെ വരും? ആൽക്കെയിന് 4 ഹെഡിങ് വരും, ആൽക്കീന് 4 ഹെഡിങ്സ് വരും, ആൽക്കെയിന് 4 ഹെഡിങ്സ് വരും, ദെൻ ബെൻസീന് 4 ഹെഡിങ്സ് വരും. ഇതാണ് ചാപ്റ്റർ. അപ്പൊ 4 into 4 16 മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഒരു ചാപ്റ്റർ നമ്മൾ ടോട്ടൽ ആയിട്ട് അസസ് ചെയ്യുന്ന എങ്ങനെയാ, ഈ ചാപ്റ്റർ എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ഓർത്ത് നോക്കാം, ഈ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് 12th ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോ കാർബൺ. എന്തുകൊണ്ട്? അതുകൂടി പറയാം. ഈ ചാപ്റ്റർ അതേ കണ്ടിന്യൂഷൻ ആണ്
എന്ത് ചെയ്യുന്നത് +2 ചാപ്റ്ററിന്റെ പേര് എന്തായിരിക്കും? ഇപ്പൊ ഇവിടെ തുടങ്ങിയ നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചോ, ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചത്? 15 പേരല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വർഷം എന്തായിരിക്കും? ഈ ചാപ്റ്ററിൽ ഹൈഡ്രോ കാർബൺ ഏതൊക്കെ ഉണ്ട്? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ. +2 എത്തുമ്പോ അവിടുത്തെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഹാലോ ആൽക്കെയിൻ. കണ്ടോ? സെക്കൻഡ് ചാപ്റ്റർ അപ്പൊ എന്തായിരിക്കും? ഹാലോ ആൽക്കെയിൻ കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് എന്തായിരുന്നു? ഹാലോ ആൽക്കെയിൻ കഴിഞ്ഞിട്ട് ആൽക്കഹോൾ. ഹാലോ ആൽക്കെയിൻ അല്ലേ? ആൽക്കെയിൻ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരും? ആൽക്കഹോൾ. അടുത്ത ഹെഡിങ് ആൽക്കഹോൾ, ആൽക്കഹോൾ ഫിനോൾ ഈതർ, ആ ചാപ്റ്ററിന്റെ പേരാണ്. അടുത്ത ചാപ്റ്റർ പേര് എന്തായിരിക്കും? അടുത്ത എന്തായിരിക്കും? ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ചാപ്റ്ററിന്റെ പേരുകളാണ് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. അടുത്ത ചാപ്റ്ററിന്റെ പേര് എന്തായിരിക്കും? അമീൻ. അമീൻ. ഇത്രയാണ് നിങ്ങൾക്ക് ചാപ്റ്റർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ബാക്കിയുള്ള എസ്റ്റർ അങ്ങനെയൊക്കെ വരുന്നത് ഇതിന്റെ ഉള്ളിലുണ്ട് അല്ല. അപ്പോ അടുത്ത വർഷം നിങ്ങൾക്ക് +2 ഇതേ ഓർഡറിലാണ് കണ്ടിന്യൂഷൻ. അപ്പൊ ഇവിടെ നിന്ന് 11th നിങ്ങൾക്ക് തുടങ്ങുന്നത് ഒരേ ഫ്രെയിമിലാണെന്ന് ആണ് അതിന്റെ വരുന്നത് കേട്ടോ. ഹെഡിങ് എഴുതി വെക്കുക, ആൽക്കെയിൻ. ഹൈഡ്രോ കാർബണിൽ ഫസ്റ്റ് ഹെഡിങ് ആൽക്കെയിൻ. ആൽക്കെയിൻ, ANE. ഫസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ എഴുതിയേക്കുന്ന അതേ വേർഡ് തന്നെയാണ്. എങ്ങനെയായിരിക്കും? സാച്ചുറേറ്റഡ് hydrocarbon containing, saturated hydrocarbon containing at least one saturated hydrocarbon containing single bonded carbon atom. Saturated hydrocarbon containing single bonded carbon atom. ജനറൽ ഫോർമുല നേരത്തെ എഴുതുന്നത് തന്നെ എന്തായിരിക്കും? CnH2n+2. ജനറൽ ഫോർമുല വ്യത്യാസമൊന്നുമില്ല. CnH2n+2 ജനറൽ ഫോർമുല. ഓക്കെ. ദെൻ അടുത്ത ഹെഡിങ് നോമൻക്ലേച്ചർ. ഓർത്ത് നോക്കുക, നോമൻക്ലേച്ചർ. സബ് ഹെഡിങ് ആണ് കേട്ടോ, ആൽക്കെയിൻ എന്ന് പറഞ്ഞിട്ട് എന്റെ തൊട്ട് താഴെ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചറിന്റെ റൂൾ എന്താന്ന് പറഞ്ഞോ? നമ്മൾ കുറെ 40 ക്വസ്റ്റൻ ഒക്കെ ചെയ്തു. നോമൻക്ലേച്ചറിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട എന്താ? ലോങ് ചെയിൻ ആണ് അല്ലെ. കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് കണ്ടെത്തണം അല്ലെ. അപ്പോ ലോങ് ചെയിൻ എടുത്തിട്ടാണ് ആ പേരുകളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ നേരെ താഴെ കുറെ പേരുകളൊക്കെ എഴുതും. ആരും പറയണ്ട കേട്ടോ. ഓക്കെ, ഞാൻ ആ ചോദിക്കുന്ന ആൾക്കാർ പറഞ്ഞു തുടങ്ങിയാൽ മതി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 1 2 3 4 5 എന്തായിരിക്കും എന്റെ പേര്? ആരും ഹെൽപ്പ് ചെയ്യല്ലേ കേട്ടോ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം അയക്ക് കിട്ടുന്നില്ലെങ്കിൽ. ആൽക്കീൻ ആവുമ്പോ അവിടെ അല്ല ലാസ്റ്റത്തെ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കേ. പെൻഡെയിൻ. പെൻഡെയിൻ കേട്ടോ. ഓക്കെ, 5 വന്ന എന്തായിരിക്കും? പെൻഡ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE. അപ്പൊ എന്ത് വരും? പെൻഡെയിൻ. ഒരാൾക്ക് കിട്ടിയില്ല എങ്കിൽ അതെല്ലാവരും പറയേണ്ടി വരും കേട്ടോ. ഓർത്തോ, കാരണം ഒരു ടീമാണ് ആക്ച്വലി. നമ്മൾ തുടങ്ങിയ എല്ലാവരും പറഞ്ഞേ. മെത്ത്. മെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 1 കാർബൺ അല്ലേ. ഓക്കെ. ദെൻ സിംഗിൾ ബോണ്ട് വന്നാൽ ANE ചേർക്കണം. അപ്പൊ ഡബിൾ ബോണ്ട് വന്നാൽ എന്ത് ചേർക്കും? ENE. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ YNE അല്ലെ. അപ്പൊ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ നമ്മൾ എന്ത് കൊടുക്കും? പെന്റൈൻ അല്ലെ. ഓർത്ത് നോക്കാം. ഇനി ഓയിച്ച് വന്നാൽ എന്ത് കൊടുക്കും? പെന്റനോൾ. ഓയിച്ചിന് ഓൾ. ആൽഡിഹൈഡിന് ആൽ. പെന്റനാൽ അല്ലെ. ഓർത്ത് നോക്കുക. ദെൻ കീറ്റോണിന് ഓൺ. പെന്റനോൺ. ഓൺ കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, എന്ത് തുടങ്ങി? മീതെയിൻ. ഒരുമിച്ച് പറഞ്ഞു കേട്ടോ. ആരെങ്കിലും പറയാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിർത്തും. ഒരുമിച്ച് നല്ല സൗണ്ടിലായിരിക്കണം. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അപ്പൊ മര്യാദ കിട്ടും. മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെന്റെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നൊനെയിൻ, ഡെക്കെയിൻ. ക്ലിയർ ആണോ? ഓക്കെ, ENE ചേർത്ത് പറഞ്ഞേ. ഈതീൻ. ഫസ്റ്റ് ആൽക്കീൻ ഈതീൻ. ഈതീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, പെന്റീൻ, ഹെക്സീൻ, ഹെപ്റ്റീൻ, ഒക്ടീൻ, നൊനീൻ, ഡെക്കീൻ. YNE ചേർത്ത് പറഞ്ഞേ. ഇത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ. ഓക്കെ അല്ലേ? ഓർത്തു. അപ്പോ ഇവിടെ നമുക്ക് ഇതിന്റെ മാത്രമാണ് തുടങ്ങുന്നത്. ഇനി ഇതിൽ ബ്രാഞ്ച് ഒക്കെ എടുത്ത് നല്ല നല്ല ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവാം. മിക്കവർക്ക് അറിയാം എങ്കിലും
ബ്രാൻഡ് ആയിട്ട് ചോദിക്കുള്ളൂ. എന്തായിരിക്കും? 2-methyl. ഓക്കെ, അയാൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. 2-methyl butane. 2-methyl butane കേട്ടോ. അയാളെ പഠിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നേക്കുന്ന സെയിം ക്വസ്റ്റ്യൻ ഇല്ലേ, വേറൊരു ബുക്ക് വെച്ചിട്ട് അത് എഴുതി നോക്കി, അതുകൊണ്ടാണ് അത് അത്രയും റിസൾട്ട് വന്നത് കേട്ടോ. എന്നിട്ട് ഒരു പ്രാവശ്യം എന്നെ കാണിച്ചു തന്നു. അപ്പോ വേറൊരു ബുക്ക് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, പഴയ ഇതില്ലേ അതിങ്ങനെ ആൻസർ എഴുതിയിട്ട് അതിന്റെ കള്ളിലുണ്ട്, പിന്നെ നമുക്ക് കാണിക്കാം. അപ്പോ ഇതെങ്ങനെയാ നോമൻക്ലേച്ചറോട് അങ്ങനെ ഇതിന്റെ പൊസിഷൻ അല്ലെ, 1 2 3 4 ഇതാണ് നമ്പർ. നമ്പർ എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ വന്നു, അതുകൊണ്ടാണ് 2-methyl കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് 2-methyl. 2-methyl എന്ന് പറഞ്ഞാൽ 2-methyl എന്നാണ് അർത്ഥം അല്ല, സെക്കൻഡ് പൊസിഷനിലാണ് അല്ലെ. ഓർത്ത് നോക്കാം, ഇതിനെ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഫ്ലാറ്റിന്റെ മെത്തേഡാണ് അല്ലെ. ഫ്ലാറ്റ് ഒരു 7D എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 7ല് അല്ലെ ആ ഒരു ആള് അവിടെ ഉണ്ട് അല്ലെ, അതല്ല പറയാ. അതുപോലെ 2ല് മീഥൈൽ ഉണ്ട്. മീഥൈൽ എന്ന് പറഞ്ഞാൽ എന്താ, CH3 ബ്രാഞ്ച് ആകുമ്പോൾ YL ചേർക്കണം. ആരെങ്കിലും ബ്രാഞ്ച് ആയ എന്ത് കൊടുക്കണം, YL. അപ്പൊ 2 കാർബൺ ബ്രാഞ്ച് ആയ എന്ത് വിളിക്കും, 2 കാർബൺ ഈത്തൈൽ. 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പൈൽ. അപ്പൊ ഒരാൾ ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം, YL. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ചെയിൻ. ലോങ് ചെയിനിൽ അല്ലാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, ബ്രാഞ്ച്. അപ്പൊ ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ YL ചേർക്കണം. സെക്കൻഡ് പൊസിഷനിലാണ് മീഥൈൽ വന്നിരുന്നത്. 2-methyl butane. എടുത്തെഴുതണം കേട്ടോ എല്ലാം. തേർഡ് ക്വസ്റ്റ്യൻ. Then Vimal in answer. 2,3 dimethyl butane. ഓക്കെ, ഉണ്ടോ ഓർത്ത് നോക്കുക എന്തുകൊണ്ടാണ് വിമൽ അങ്ങനെ പറഞ്ഞത്. 1 2 3 4 ഉണ്ടോ. ഓക്കെ, അതിൽ സെക്കൻഡ് പൊസിഷനിൽ ഇത് അല്ലേ വന്നു. ഇത് ബ്രാഞ്ച് ആയി വന്ന മീഥൈൽ എന്നാണ് വിളിക്കുക. ഇത് തേർഡ് പൊസിഷനിലാണ് കേട്ടോ, തേർഡിലാണ് ഇത് വന്നേക്കുന്നത് അല്ലേ. ഓക്കെ, റൗണ്ട് ഇടുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെഴുതും, 2,3 ഡൈമീഥൈൽ. 2 പ്രാവശ്യം വന്നുകൊണ്ട് എന്ത് കൊടുത്തു, ഡൈ അല്ലെ, ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. Fourth question. ഇവിടെ ചോദിച്ചില്ല, ചോദിച്ചു. ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ എന്താ അല്ലെ, ഇവിടെ നിന്ന് നമ്പർ ചെയ്യാം, ഇവിടെ നിന്ന് നമ്പർ ചെയ്യും, ഇവിടെ നിന്ന് നമ്പർ ചെയ്യുന്നത് ബ്രാഞ്ചിന് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് നമ്പർ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇങ്ങനെ നമ്പർ ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ നമ്പർ ചെയ്യുന്നത് പെൻസിൽ കൊണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് C6 C5 അങ്ങനെയൊക്കെ പിന്നീട് വായിക്കും. അതുകൊണ്ട് ഇപ്പൊ പെൻസിൽ ഇല്ലെങ്കിലും എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ പെൻസിൽ കൊണ്ടായിരിക്കണം ആ നമ്പർ ഇടാൻ. നമ്പർ ഇടാതെ എഴുതരുത് കേട്ടോ. ഓക്കെ, മെത്തേഡേ പഠിക്കാവൂ അല്ലേ. ഓക്കെ, പറഞ്ഞോളൂ. 2,5 ട്രൈമീഥൈൽ. 3 പേരില്ലേ, അപ്പൊ ഒരാളുടെ പൊസിഷൻ പറഞ്ഞില്ലല്ലോ, അയാൾക്ക് വിഷമാവൂലേ. 2,5 എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരല്ലേ ഉള്ളൂ, 3 ആൾക്കാർ വേണം. 2 ആണ്ടോ. ഓക്കെ, 2,2 അല്ലെങ്കിൽ ഇയാൾക്ക് വിഷമാവും അല്ലെ, ഇയാളെ കൺസിഡർ ചെയ്യണ്ടേ നമ്മള് അല്ലെ. 2,3 ട്രൈ മീഥൈൽ. 5 ശരി, 5 ട്രൈ മീഥൈൽ എന്ത് വരും, ഹെക്സൈൻ. കണ്ടോ കറക്റ്റ് ആയിട്ട്, ഹെക്സൈൻ. ക്ലിയർ അല്ലേ. ഓക്കെ, ഒന്ന് ചോദിച്ചു, 2 ചോദിച്ചു, 1 ചോദിച്ചു. ഓക്കെ, ഇതിന്റെ പേരെന്തായിരിക്കും പറഞ്ഞു.
ബാക്കിൽ, ഏറ്റവും ബാക്കിൽ. നിങ്ങളുടെ ഓരോ റോയിൽ നിന്ന് ഓരോരുത്തരെ ചോദിച്ചു. ഇവിടെ ചോദിച്ചു, ഇവിടെ ചോദിച്ചു, ഇവിടെ വിമലിന്റെ ചോദിച്ചു, നിതാൻ. നമ്പർ കൊടുക്കണം അല്ലെ? ഇവിടെ തൊട്ട് 1 2 3 4 പറഞ്ഞു. 2,2 3,3 ടോട്ടൽ എത്ര ഉണ്ട് വന്നു? ഇപ്പോ 4 വന്ന ടെട്ര. ടെട്ര എന്ത് വരും? ടെട്രാമീഥൈൽ. ടെട്രാമീഥൈൽ എന്ത് വരും? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ. ടെട്രാമീഥൈൽ ബ്യൂട്ടൈൻ. ടെട്രാമീഥൈൽ ബ്യൂട്ടൈൻ ഉണ്ടോ? ടെട്രാമീഥൈൽ ബ്യൂട്ടൈൻ. വേറൊരാളും കൂടി വന്നിട്ടുണ്ടോ? ടെട്രാമീഥൈൽ ബ്യൂട്ടൈൻ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൺ ടൈം വന്നോട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ. കാരണം ഇതിലിപ്പോ പുതിയ ഗൂഗിൾ മീറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ അത് ചെറിയൊരു ഐക്കണായിട്ട് സൈഡിൽ കിടക്കുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, കറക്റ്റ് ടൈമിൽ എത്താൻ നോക്കുക. നമ്മൾ ഹൈഡ്രോ കാർബൺ ആണ് കേട്ടോ അജയ്. നമ്മൾ ഹൈഡ്രോ കാർബൺ ആണ് എടുക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഹെഡിങ് ആണ് നോമൻക്ലേച്ചർ. ഹൈഡ്രോ കാർബണിന്റെ നോമൻക്ലേച്ചർ ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, തന്നെ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഒന്ന് എഴുതി വെച്ചു. പ്രോബ്ലം 9.1 ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. പ്രോബ്ലം 9.1 വേഗം എല്ലാവരും എഴുതിയേ. ഇതിന്റെ അണ്ടറിൽ ഈ ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം 9.1 റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ഡിഫറെന്റ് ചെയിൻ ഐസോമർ. ക്വസ്റ്റ്യൻ എഴുതട്ടോ, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതണം. റൈറ്റ് സ്ട്രക്ചർ ഓഫ് ഡിഫറെന്റ് ചെയിൻ ഐസോമർ ഓഫ് ആൽക്കീൻസ്. റൈറ്റ് സ്ട്രക്ചർ ഓഫ് ഡിഫറെന്റ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ആൽക്കീൻസ്. Write structure of different chain isomers of alkenes corresponding to the molecular formula C6H14. C6H14 full stop. Also write their IUPAC name. സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഐസോമേഴ്സിന്റെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ അവർ ചോദിച്ചിട്ടില്ല, ഇതിനു മുമ്പ് പഠിച്ചതാണ്. എന്തായിരുന്നു ഐസോമേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ? when two or more compound having the same molecular formula but different structure, അതിനെയാണ് വിളിച്ചത് സ്ട്രക്ചറൽ ഐസോമറിസം. എന്തൊക്കെ ഐസോമറിസം ഉണ്ടായി? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, മെറ്റാമറിസം അല്ലെ. അങ്ങനെ 4 ഐസോമേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നത്. അപ്പൊ ആ 4 ഐസോമേഴ്സ് അല്ലെ. ഓക്കെ, അതിലിവിടെ ചോദിച്ചേക്കുന്നത് സ്ട്രക്ചറൽ ഐസോമറിസം, ചെയിൻ ഐസോമറിസം ആണ് C6H14. നിങ്ങൾക്ക് ആദ്യം മെത്തേഡാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഇവിടെ ഓർത്ത് നോക്കുക, C6H14 ആണ് തന്നേക്കുന്നത്. C6H14 ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ് അല്ലെ. ഓക്കെ, ചോദിച്ചു ഏതാ? ഈതയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഇല്ലേ, ബ്രാഞ്ച് ആയിട്ട് വന്ന അത് ഈതയിൽ. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ചെയിൻ എടുക്കും അല്ലെ. ഓക്കെ, ആ ചെയിനിൽ നിന്ന് ബ്രാഞ്ച് ആയിട്ട് വന്ന ഈതയിൽ വരും കേട്ടോ. ഓക്കെ, തന്റെ ഡൗട്ട് എന്താണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വരാം ഡൗട്ട്, അതാണെങ്കിൽ അതാന്ന് പറയണം കേട്ടോ. ഓക്കെ, 1 2 3 4. ചില ആൾക്കാർ ആലോചിക്കും അങ്ങനെയാണെങ്കിൽ ഇതും എടുത്തുകൂടെ, അതാണോ ആലോചിക്കുന്നത്? അല്ല. ഓക്കെ, ഇത് ഉണ്ടോ, ഈ ചെയിനിൽ നിന്ന് ടച്ച് ചെയ്യാതെ വന്നാൽ അതിന് ഈതൈൽ, ഈതൈൽ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നോക്കിയോ കേട്ടോ. ഓക്കെ, ഈ കോമ്പൗണ്ടിൽ തന്നെ CH2CH3 അങ്ങനെ വന്നാൽ അതിനെന്ത് വിളിക്കും? ഈതൈൽ. ഓക്കെ, വലിയ ചെയിൻ ആവും. പ്രൊപ്പൈൽ അപ്പൊ എങ്ങനെയായിരിക്കും വരിക? കണ്ടോ, ഓർത്തോ, അങ്ങനെ വരും. അപ്പൊ ഇവിടെയും ആ ചെയിൻ വലുതായിരിക്കണം, അല്ലെങ്കിൽ അതായിരിക്കും മെയിൻ ചെയിൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാറ്റണം. കണ്ടോ വരും. കാരണം എന്താ? ലോങ് ചെയിൻ എടുക്കേണ്ടി വരും. ലോങ് ചെയിൻ എങ്ങനെ വേണമെങ്കിലും
കറങ്ങി വരാം കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു ഹൈഡ്രോ കാർബൺ, ഓർമ്മയുണ്ടോ? വലിയ മോളിക്കൂളൊക്കെ ഇങ്ങനെ വന്നേക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ ഇത് ബ്രാഞ്ച് ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ. ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ അപ്പൊ പാരന്റ് ചെയിനിൽ നിന്ന് ബ്രാഞ്ച് ആയിട്ട് എത്ര കാർബൺ ഉണ്ടോ അതിനൊപ്പം എന്ത് ചേർക്കണം? YL കേട്ടോ. ഓക്കെ, 3 വന്ന പ്രൊപ്പൈൽ കേട്ടോ, 2 വന്ന ഈത്തൈൽ കേട്ടോ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ചോദിച്ചോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോന്നേ. ആ, ഇതിന്റെ പേരെന്തായിരിക്കുന്ന അല്ലേ മണി? അപ്പൊ അത് നോക്കിയേ, ഇവിടെ നല്ല തുടങ്ങാം. 1 2 3 4 5 ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ ഏത് പൊസിഷനിലാണ് വന്നേക്കുന്നത്? തേർഡിൽ അല്ലേ? അപ്പൊ എന്തായിരിക്കും? 3 ഈത്തൈൽ, പിന്നെന്തായിരിക്കും? പെന്റെയിൻ. 3 ഈത്തൈൽ പെന്റെയിൻ ഇതുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഉണ്ടോ? ഏത് പൊസിഷനിലാണോ അവിടെ എത്ര കാർബൺ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ചെയിനിൽ തന്നെ ഇങ്ങനെ വരും അല്ലെ? ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഈതയിൽ വരിക. അവിടെ 3 വന്നാൽ എന്ത് വരും? പ്രൊപ്പൈലിനാവും കേട്ടോ. ഓക്കെ, ചോദിച്ചോ, എന്തോ ഡൗട്ട് ഉണ്ട്? നോമൻക്ലേച്ചർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കോട്ടോ. റിവിഷന്റെ ടൈം ആവുമ്പോ വിഷമിപ്പിക്കണ്ട, കുറേ ചെയ്യിപ്പിക്കും. കാരണം നിങ്ങൾക്ക് +2 ആകെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത് മെയിൻ ആയിട്ട് ഇതിലൊരു കുറച്ച് പേരുള്ള റിയാക്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ബൂട്ട്സ് ഫിറ്റിക്. അടുത്ത വർഷത്തേക്കും ഈ വർഷത്തെ മെയിൻ എക്സാമിന് നമ്മൾ അത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു നോക്കണം. എങ്കിൽ +2 ഒക്കെ തുടങ്ങുമ്പോൾ എന്താണ് ആ ഓർഗാനിക് കെമിസ്ട്രി എത്തുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കര ടഫായിരിക്കും. കാരണം ഇത് മുഴുവനും ആ സമയത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ബുക്കൊക്കെ എടുത്ത് ടീച്ചേഴ്സ് അത്ര സ്പീഡിൽ പോവുകയും ചെയ്യും. കാരണം പോർഷൻസ് കൂടുതൽ എവിടെയുള്ള +2 ആണ്. പക്ഷെ എപ്പോ തീർക്കും അവര്? ഫസ്റ്റ് മോഡൽ എന്ന് വരും? ഒക്ടോബർ ലാസ്റ്റ് വീക്ക്. അപ്പൊ ഒക്ടോബർ കൊണ്ട് പോർഷൻ തീർത്ത് ഫസ്റ്റ് മോഡൽ ആവും. മനസ്സിലായി? അപ്പൊ 11th നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, സോഫ്റ്റ് ആയിട്ടൊക്കെ എങ്ങനെ എടുത്തേക്കണം. സ്കൂളിൽ ടീച്ചറിനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഇഷ്ടമുള്ള പോർഷൻ വേണമെങ്കിൽ ഇത് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അത് മാത്രമല്ല കേൾക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയവും കിട്ടും. പക്ഷെ അത് ആ ഒരു ഇത് കിട്ടില്ല +2 കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പഠിക്കാൻ നോക്കാൻ മര്യാദ. ഇത് ഐസോമർസ് ആണ് അല്ലെ? C6H14. ഇത് എഴുതുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം മെത്തേഡ് ശ്രദ്ധിക്കുക. നമ്മള് എത്ര കാർബൺ ഉണ്ടോ അത് വെച്ച് എഴുതാം. നോക്കിയേ, 6 കാർബൺ, 1 2 3 4 5 6. ഇതിന്റെ പേരെന്തായിരിക്കും? H ഫില്ല് ചെയ്യണം. H ഫില്ല് ചെയ്യാതെ വന്നാൽ എന്താ? ഹെക്സൈൻ. ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ, ഹെക്സൈൻ. അപ്പൊ അതാണ് ആദ്യത്തെ ഐസോമറിക് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. സ്ട്രക്ചർ മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. എപ്പോഴും അടുത്തതിൽ ഞാൻ ചെയ്യുമ്പോൾ ഒരു കാർബൺ അങ്ങ് കുറച്ചു. ഇപ്പൊ എത്ര ഉണ്ട്? 5 ഉണ്ടോ? ഓക്കെ, ആ ഒരു കാർബൺ കുറച്ചു. എൻഡുകളിൽ ഒന്നും കൊടുക്കാൻ പാടില്ല. അതാണ് റൂൾ. ഈ കാർബൺ എടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള വേറെ പൊസിഷൻസിലൊക്കെ കൊടുക്കാം. ഞാൻ എടുത്ത് ഇവിടെ കൊടുത്തു. ഇപ്പൊ ഇതിന്റെ പേരും എന്തായിരിക്കും? ഇവിടെ CH3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പേരായിരിക്കും അല്ലെ? 2-methyl എന്തായിരിക്കും? പെന്റെയിൻ. Then third, ഈ കാർബണിന്റെ പൊസിഷൻ ഇവിടെ കൊടുത്തു. പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അതിന്റെ പേര് മാറും, 3-methyl ആവും. ഇനി ഇവിടെ കൊടുത്താൽ പറ്റുമോ? ഇവിടെ കൊടുത്ത് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുന്നത്? പ്രയോറിറ്റി അല്ലെ? പ്രയോറിറ്റി ആർക്കാണുള്ളത്? ബ്രാഞ്ചിനാണ്. ഇവിടെ കൊടുത്താൽ എന്ത് പറ്റും? ഇവിടെ നിന്ന് നമ്പർ ചെയ്യും, കൗണ്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെ വരുമ്പോ ആ പേരാവും. അപ്പൊ ഇത്രയായി. ഇനി അടുത്ത കാർബൺ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ 4th എത്തുമ്പോ അടുത്ത കാർബൺ കട്ട് ചെയ്യും. അപ്പൊ എത്രയാവും ടോട്ടൽ കാർബൺ? 4 അല്ലെ? ഓക്കെ, ഇനി ഇവിടെ ബാക്കി എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ടല്ലോ. ഓക്കെ, ഒരു കാർബൺ ഇവിടെ കൊടുത്തു, ഒരു കാർബൺ ഇവിടെ കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5th എന്ത് വ്യത്യാസം വരും? ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ വരും. ഇത്രയാണ് നമുക്ക് മാക്സിമം വരക്കാനായിട്ട് പറ്റുന്നത്. ടോട്ടൽ എത്രയുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ? 5 ഉണ്ടോ? ഓക്കെ, എത്ര? ഇനി H വെച്ച് ഫില്ല് ചെയ്യും. H എങ്ങനെയാ ഫില്ല് ചെയ്യണേ? കാർബണിന്റെ ബാലൻസ് 4 അല്ലേ? CH3 CH2 CH2. ആ ക്ലാസ്സുകളിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. കാർബണ് 4 ആണ് ബാലൻസി. ഇവിടെ 2 ബോണ്ട്, റിമൈനിങ് H കൊടുക്കും, CH3. ദെൻ എൻഡില് കാർബൺ ഒരു ബോണ്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് H വെച്ച് ഫില്ല് ചെയ്യും, CH3. ഇവിടെ എന്ത് വരും? CH3. ഇവിടെ നോക്കി എത്ര കാർബൺ വേണം? 1 2 3 ഉണ്ട് അല്ലെ? ബാക്കി എത്രയായിരിക്കും? 1. അപ്പൊ CH. ഇവിടെ എത്രയായിരിക്കും? CH2. ബേസിക് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. ഇത് മനസ്സിലായില്ലെങ്കിൽ ഓൺ സ്പോട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, ഞാൻ അടുത്ത് ഒന്ന് പറഞ്ഞുതരാം. CH3 CH2 CH3 CH CH2 CH3. Then CH3
CH3 CH3 ഇവിടെ എത്ര കാർബൺ വരും? സോറി, എത്ര ഹൈഡ്രജൻ? CH3. ദെൻ ഇത് നിങ്ങൾ തനിയെ ഫില്ല് ചെയ്യണം. ഇതിന്റെ പേര് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യും. ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യും കേട്ടോ, വേഗം ചെയ്യും. ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെന്റ് സ്ട്രക്ചർ ആയി, എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ട് അല്ലെ നെയിം ഒക്കെ ഉണ്ട്. നോമൻക്ലേച്ചറും കിട്ടുമെന്നും കൂടി ചെക്ക് ചെയ്ത് പോവാം. നോമൻക്ലേച്ചറിന്റെ സമയത്ത് ഉണ്ടായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? അന്നുണ്ടായില്ല ആ സമയത്ത്? ചെയ്ത് നോക്ക് കേട്ടോ. ഫാൻ ഓഫ് ചെയ്യണോ? അതാണ് പ്രശ്നം. സ്റ്റക്കായിട്ട് കുഴപ്പമില്ല, ചെയ്യും കേട്ടോ. വെച്ചില്ലേ? കൂടുതൽ വെച്ചിട്ടുണ്ടല്ലേ? CH കേട്ടോ. ശരി, 2 മീ പെൻഡിയൻ്റ് ആയിട്ടാണ്. 2 കഴിഞ്ഞിട്ട് ഒരു ഹൈഫോൺ കൊടുക്കും കേട്ടോ. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും കൊടുക്കണം കേട്ടോ. നോമൻക്ലേച്ചർ എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കേട്ടോ. ഇപ്പൊ ഡൈ വന്നാലും ക്യാപിറ്റൽ, ബാക്കി വേറൊക്കെ സാധാ രീതിയിൽ. ഓക്കെ, കഴിഞ്ഞ മോനെ? എന്ത് കേട്ടില്ല? ആ വെള്ളം കുടിച്ചിട്ടു. ഓഫ് ചെയ്യണോ? കുറയ്ക്കാനായിട്ട് പറ്റൂല, അത് റിമോട്ട് എന്താ വേണം. കുറച്ചേരം ഓഫ് ചെയ്തരാം, കുറച്ചേരം ഓഫ് ചെയ്തരാം. എന്നിട്ട് ടു മീതെ പെൻഡെയിൻ കേട്ടോ. ശരി, ശരി, നമ്പർ ഇട്ടിട്ട് ഞാൻ പേര് എഴുതിക്കോ കേട്ടോ. ഏത് പൊസിഷനാണ്? ഇവിടെ നിന്നിട്ട് നമ്പർ ഇടും മോനെ. 1 2 3 4 5 അല്ലേ? ഏത് പൊസിഷനാണ് നമ്പർ വന്നേക്കുന്നത് അവിടെ കേട്ടോ. നിങ്ങളെ മുകളിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, നമ്പർ ഇട്ട് പഠിക്കും. മുകളിൽ കുഞ്ഞിതായിട്ട് നമ്പർ ഇട്ടേ. 1 2 3 4 5 കേട്ടോ. ആ മെത്തേഡ് പഠിച്ചില്ലെങ്കിലേ നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ എറർ വരും കേട്ടോ. പേര് എഴുതിക്കും. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ, 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. ഓക്കെ, റൈറ്റ് ആണ് കേട്ടോ. കിട്ടിയോ? 2 മീഥൈൽ ഒരു ഹൈഫാണ് കേട്ടോ. ബാക്കിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. ഇതും കൂടിയല്ലേ ഉള്ളൂ. 3 മീഥൈൽ ബ്യൂട്ടേൻ റൈറ്റ്. 2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ റൈറ്റ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം റൈറ്റ് ആയി. 2 3 മീഥൈൽ. ഓക്കെ, 2,2 ഒരു ഹൈഫാണ് കേട്ടോ കേട്ടോ മോനെ. എല്ലാത്തിനും ഇടണം കേട്ടോ. ബാക്കിയൊക്കെ റൈറ്റ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം കേട്ടോ. ലെറ്റർ അതാണ്, അത്രേ ഉള്ളൂ. ചില ടീച്ചേഴ്സ് മാത്രം അങ്ങനെ എഴുതുള്ളൂ. ഇപ്പൊ ഞാൻ എഴുതുമ്പോഴും മിക്കപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പൊ അതൊരു കുഞ്ഞു റൂൾ ഉണ്ട് ആക്ച്വലി ചെയ്യുന്ന സമയത്ത്. ടു ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഓക്കെ, ശരിയാ. ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എഴുതിയോ? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇത് ഫില്ല് ചെയ്യും. H വെച്ച്. കാർബണിന്റെ വാലൻസി 4 ആണ് ആക്ച്വലി. വാലൻസി 4. അപ്പൊ ഈ കാർബൺ ഒരു ബോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി H ഫില്ല് ചെയ്യും. അപ്പൊ എത്ര H ഫില്ല് ചെയ്യും? 4 ആണ്. അതിൽ ഒരെണ്ണം ഇയാൾക്ക് ഷെയർ ചെയ്തു. റിമൈനിങ് എത്ര ഉണ്ടാവും? 3 ഉണ്ടോ ഇങ്ങനെ. അപ്പൊ CH3.
ഈ കാർബൺ എടുക്കാം, സറൗണ്ടിങ്ങിൽ 1 2 3 4 ഓൾറെഡി കംപ്ലീറ്റ് ആണ്. അപ്പൊ പിന്നെ എച്ച് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഒരു ബോണ്ട് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഈ കാർബണിന്റെ റിമൈനിങ് എത്ര വെച്ച് കൊടുക്കണം? CH3. ഇവിടെ എത്രയായിരിക്കും? CH3. ദെൻ ഇവിടെ എത്രയായിരിക്കും? 1 2 കഴിഞ്ഞു. പിന്നെ എത്രയായിരിക്കും? 2 അല്ലെ? CH2. ഇവിടെ എത്രയായിരിക്കും? ഒരു ബോണ്ട് ഓൾറെഡി ഉണ്ട്. 3 കേട്ടോ. ഇനി പേര് പറഞ്ഞു. ഹൈഫൺ ഇടണം കേട്ടോ മോനെ. ചെറിയൊരു ഹൈഫൺ ഇല്ലേ ഇങ്ങനെ ഇടുന്ന? അതെ, അത്രേ ഉള്ളൂ. ഡൈമീഥൈൽ 2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ 2 3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ 3 മീഥൈൽ YL ഉള്ളൂ കേട്ടോ. YLE ആണോ അത്? ഈ വേണ്ട കേട്ടോ. പെൻറ്റൈൻ YL. ബാക്കിയൊക്കെ റൈറ്റാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇവരൊക്കെ ഒരു കൊച്ചു ഹൈഫൻ ഇതുപോലെ കേട്ടോ. ഇതിട്ടല്ലേ അതുപോലെ ഒരു കൊച്ചു ഹൈഫൻ ഇട്ടേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുറെ വെട്ടിയിട്ടുണ്ടല്ലോ. ഒരു ഹൈഫൺ ഇട്ടോ കേട്ടോ. ഹൈഫൺ ഇട്ടല്ലേ? ബോർഡിൽ എഴുതുന്ന പെൻ ഞാൻ അവിടെ എടുത്ത് വെച്ചാൽ നോക്കി കണ്ട. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതിന്റെ പേര് ഹെക്സൈൻ തന്നെയാണ്. ഹെക്സൈൻ നിങ്ങൾ ചെയ്ത് കാണുന്ന എഴുതാം. ക്രോസ് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. ഞാൻ ഇത് നോക്കിയേ, ഇവിടെ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യുന്നതിന് ലോങ് ചെയിൻ. അതിൽ സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് 2 മീഥൈൽ. 2 മീഥൈൽ YL ആണ് കേട്ടോ. YL 2 മീഥൈൽ പെൻറ്റൈൻ. പെൻറ്റൈൻ. ഞാൻ അടുത്ത് നോക്കിയേ 1 2 3 4 5 അതിൽ തേർഡ് പൊസിഷനിൽ CH3 വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? 3 മീഥൈൽ പെൻറ്റൈൻ. 3 മീഥൈൽ പെൻറ്റൈൻ. ഇവിടെ നോക്കി അറിയാം 1 2 3 4 അതിൽ 2ലും 3ലും CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? 2,3 ഡൈ മീഥൈൽ 4 വന്ന എന്തായിരിക്കും? ബ്യൂട്ടൈൻ. അപ്പോ 2,3 ഡൈ മീഥൈൽ ബ്യൂട്ടൈൻ. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ H വെച്ച് ഫിൽ ചെയ്യണം. CH3 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 CH2 CH3. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ 2 CH3 വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഡൈമീഥൈൽ ബ്യൂട്ടൈൻ കേട്ടോ. 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇങ്ങനെയാണ് നോമൻക്ലേച്ചറിൽ വരുന്നത് കേട്ടോ. ഓക്കെ, കുറയ്ക്കണം. ഫാനല്ല, ഫാനാ ഇതിലാ കുറയ്ക്കുന്നത്. ഇതിന്റെ ബാറ്ററി പോയിരിക്കാന്ന്. ശരിക്കും ഇതിലേക്ക് കുറയ്ക്കാൻ പാടുള്ളൂ എന്നാണ്. എന്തൊരു പുള്ളിക്കാരപ്പണല്ലോ ബാറ്ററി. ഇല്ല, ഇത് രണ്ട് സെയിം പോളിക്കാപ്പ്. ഇതിലെ ബാറ്ററി ബൾജ് ആയിട്ടുണ്ട്. നല്ല ചീത്ത നോക്കട്ടെ. റിമോട്ടിലല്ലാതെ ചെയ്താലേ ഈ സാധനം അടിച്ചു പോകും. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കണം. വെച്ചിട്ടല്ലോ ഇല്ലേ? ഇപ്പൊ പറയാം. ഞാനത് കൂട്ടാണ് ചെയ്തത്. 1 ഇട്ടെ. 1 പോരാല്ലോ. 1 വേണ്ട, 3 ഇടാം. അന്ന് നിങ്ങൾക്കും അങ്ങനെ ഇടാല്ലോ.
Then next heading എഴുതി വെച്ചു കേട്ടോ. Preparation of, അടുത്ത heading, preparation of alkane. Preparation of alkane. ഏതൊക്കെ ഹെഡിങ്സ് വരും ഓരോ ഹെഡിങ്ങിന്റെ അണ്ടറിലും? പ്രിപ്പറേഷൻ പറഞ്ഞേ, നോമൻക്ലേച്ചർ, പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, 4 ഹെഡിങ്സ് ആണ്. അപ്പൊ ആൽക്കൈന്റെ ഏതൊക്കെ ഉണ്ടാവും? ആദ്യം നോമൻക്ലേച്ചർ കഴിഞ്ഞു, ഇനി എന്തായിരിക്കും? പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, ദെൻ കെമിക്കൽ പ്രോപ്പർട്ടി. ഇതിനൊക്കെ അണ്ടറിൽ കുറെ ഹെഡിങ്സ് ഉണ്ട് കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ എഴുതി വെച്ചു പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ അണ്ടർലൈൻ ചെയ്യാം, ബിഗ് ഹെഡിങ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. സബ് ഹെഡിങ്സ് 3 ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഫസ്റ്റ് ഹെഡിങ്, ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അണ്ടർലൈൻ ചെയ്യുക. ഇത് നിങ്ങൾ 10th പഠിച്ചേക്കുന്നതാണ്. അഡിഷൻ റിയാക്ഷൻ ഓർമ്മയുണ്ടോ? 10th അഡിഷൻ. അഡിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആൽക്കീൻ, ഓൾ ആൽക്കൈൻ, അതിലേക്ക് ഡാഷ് ആഡ് ചെയ്യണം. ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ആൻഡ് പലേഡിയം. എന്താ ആഡ് ചെയ്യണ്ടേ? കഴിഞ്ഞ വർഷം കാർബൺ ആന്റിസ് കോമ്പൗണ്ടിൽ ഏതൊക്കെ പഠിച്ചു? കമ്പഷൻ, ഓക്സിഡേഷൻ, അഡിഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. അതിൽ അഡിഷൻ ആണ്. അഡിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈഡ്രോകാർബൺ അൺസാച്ചുറേറ്റഡ്, അതിലേക്ക് H2 ആൻഡ് പലേഡിയം ഓർ നിക്കൽ അത് ആഡ് ചെയ്യുമ്പോൾ അല്ലെ, വെജിറ്റബിൾ ഓയിൽ കൺവേർട്ട് ടു വെജിറ്റബിൾ ഗീ, വനസ്പതി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കുക. 10th പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ്, ആ പ്രോസസ്സാണ് ഇപ്പോഴും പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, എന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ്, ഡൈഹൈഡ്രജൻ ഗ്യാസ്. ഡൈഹൈഡ്രജൻ ഗ്യാസ് ആഡഡ് ടു ആൽക്കീൻ. Dihydrogen gas added to alkene and alkyne. Dihydrogen gas added to alkene and alkyne. Added to alkene and alkyne in the presence of catalyst like platinum, palladium, in the presence of catalyst like platinum, palladium or nickel. Platinum, palladium or nickel. Platinum, palladium or nickel to form alkene. Okay, to form alkenes. First stop, this process is called hydrogenation. അത് ഈസിൽ വെന്റ് വന്നുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഓക്കെ, this process is called hydrogenation. കേട്ടോ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ മാറിയിരുന്നു, ഇങ്ങോട്ട് കയറിയിരുന്നു, അപ്പൊ മാറും, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, AC കമ്പോർഡ് കേട്ടോ. ഓക്കെ, അങ്ങനെ പറയില്ലേ ചെറിയ പിള്ളേർക്ക് അല്ലേ? ഓക്കെ, റെഡി കൊടുക്കാന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ആൾക്ക് വിഷമാവും കേട്ടോ. ഓക്കെ, അതാണ് ഡൈഹൈഡ്രജൻ. എഴുതിയോ? ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഹൈഡ്രജനേഷൻ. ബുക്കൊക്കെ പിന്നെ തരും കേട്ടോ. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഹൈഡ്രജനേഷൻ. അത്രയും പേര് എഴുതിയല്ലോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ആഡ് ചെയ്യണേ? ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? ഓക്കെ, അപ്പോ ഇത് നമ്മൾ പറഞ്ഞു വെജിറ്റബിൾ ഓയിൽ എല്ലാം എന്തായിരിക്കും? ഡബിൾ ബോണ്ടഡ് ആയിരിക്കും അല്ലെ? ഓക്കെ, അതിനെയൊക്കെ സിംഗിൾ ബോണ്ടഡ് ആക്കാൻ വേണ്ടിയൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇക്വേഷൻസുകളാണ്, വേറെ ഒന്നുമില്ല. CH2 ഡബിൾ ബോണ്ട് CH2, അതിലേക്ക് H2 ഇൻ ദ പ്രസൻസ് ഓഫ് ആരൊക്കെ കൊടുക്കാം? പലേഡിയം ഓർ ആണ് കേട്ടോ, ഓർ നിക്കൽ ഓർ എന്തായിരുന്നു? പ്ലാറ്റിനം, PT, എനി വൺ ആണ് കേട്ടോ. എനി വൺ, ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CH3. ഇതുണ്ടോ? ഒരു H ഇവിടെ പോവും, ഒരു H ഇവിടെ പോവും. ഇത്രേ ഉള്ളൂ. അടുത്ത എന്താ? ഇത്തൈൻ. ഇത്തൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CH ട്രിപ്പിൾ ബോണ്ട് CH, അതിലേക്ക് സെയിം റിയേജന്റ് H2, ഇവിടെ നിക്കൽ ഓർ പലേഡിയം എനിത്തിങ് കേട്ടോ. ഓക്കെ, PD CH3 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ നമുക്ക് കൂടുതൽ ഹൈഡ്രജൻ വേണം, അതുകൊണ്ട് 2H2 എന്ന് കൊടുത്തോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താലും മതി. ഓക്കെ, എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ
ചോദിച്ചോ. ടു ഫോം ആൽക്കെയിൻ എ തന്നെയാണ് കേട്ടോ, ഇ തന്നെയാണ്, മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ടു ഫോം ആൽക്കെയിൻ ആണ് കേട്ടോ. പലേഡിയം ഓർ നിക്കൽ ടു ഫോം ആൽക്കെയിൻസ്, ANES കേട്ടോ, ആൽക്കെയിൻസ്, ടു ഫോം ആൽക്കെയിൻസ് ആണ്. ഈഥീൻ കൊടുത്താൽ ഇതെയിൻ, ANE കേട്ടോ, എല്ലാം സിംഗിൾ ബോണ്ട് ആവും. അപ്പോ പ്രൊപ്പീൻ കൊടുത്ത പ്രൊപ്പീനിലേക്ക് ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്രൊപ്പെയിൻ. അപ്പൊ ENE YNE എല്ലാം എന്താവും? ANE ആയി മാറും കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ കുറെ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രോസസ് ആണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അപ്പൊ എക്സാമ്പിൾ എടുത്ത് എഴുതാം എല്ലാവരും. പുതിയ ആളിപ്പോ വന്നേക്കാണോ? ക്ലാസ് കഴിയുന്ന സമയത്ത് ആരാണ്? തീർത്ത നമ്മള് ഹൈഡ്രോ കാർബൺ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൽ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ഹെഡിങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ഏതാ? കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. ഇത്രയും വരെയുള്ള ക്ലാസ്സിന്റെ നോക്കണം കേട്ടോ. കണ്ടിന്യൂഷൻ അപ്പൊ കിട്ടിക്കോളും. എന്തായാലും വന്നാൽ നന്നായി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് കേട്ടോ. തീർച്ചയായും നമ്മൾ എടുത്ത് പറഞ്ഞുതരാം. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഹെഡിങ്സുകൾ, അതിന്റെ ടോട്ടൽ കണ്ടന്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിലെ നോമൻക്ലേച്ചർ ചെയ്യിപ്പിച്ചു. ഫസ്റ്റ് ഹെഡിങ് അതായിരുന്നു, നോമൻക്ലേച്ചർ. ആൽക്കീൻ, ആൽക്കീന്റെ നോമൻക്ലേച്ചർ. അത് കഴിഞ്ഞ് ഒരു ഐസോമറിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ. ആ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ഹെഡിങ് കഴിഞ്ഞു. സെക്കൻഡ് ഹെഡിങ് ആണ് കേട്ടോ. എഴുതി വെക്കാം. ഫ്രം ആൽക്കൈൽ ഹാലൈഡ് അടുത്ത ഹെഡിങ് കേട്ടോ. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. പ്രിപ്പറേഷനിലെ ഫസ്റ്റ് ഹെഡിങ്ങിന്റെ പേരെന്തായിരുന്നു? ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സെക്കൻഡ് ഹെഡിങ് ആണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. അണ്ടർലൈൻ ചെയ്യാം. ആൽക്കൈൽ ഹാലൈഡ്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ് അണ്ടർലൈൻ ചെയ്യാം. ഹാലജൻ ഏതാന്ന് അറിയാലോ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലെ. ആ ഹാലജനെ ഇന്ന് Cl അല്ലെങ്കിൽ Br അതിനെ മാറ്റിയിട്ട് ഹൈഡ്രോ കാർബൺ ആക്കി എടുക്കണം കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ എഴുതി വെച്ചു. ആൽക്കൈൽ ഹാലൈഡ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ആൽക്കൈൽ ഹാലൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക്. ആൽക്കൈൽ ഹാലൈഡ് on reduction with zinc. Alkyl halide on reduction with zinc and dilute hydrochloric acid and dilute hydrochloric acid to form alkanes, to form alkanes, to form alkanes. ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലെ. നേരത്തെ എഴുതുന്ന പോലെ CH3Cl. ഇവിടെയും റിഡക്ഷൻ ആണെന്ന് പറഞ്ഞു. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ആരാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്? ഹൈഡ്രജൻ. പക്ഷെ ഇവിടെ രണ്ടാൾക്കാർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആരാണ്? സിങ്ക് ആൻഡ് ഡൈലൂട്ട് HCl. അപ്പൊ ഗീസിന് അവിടെ എന്ത് കൊടുക്കണം? സിങ്ക് വേണം അല്ലെ. Zn, സിങ്ക് ആൻഡ് ഡൈലൂട്ട് HCl ആണ്. ഓർത്തോ, ഇത് രണ്ടും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ Cl മാറിയിട്ട് അവിടെ H വരും. അപ്പൊ എന്ത് വരും? ഇവിടെ Cl മാറിയിട്ട് H വന്നാൽ CH ഉണ്ടാവും 4, CH4. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത് ബൈ പ്രോഡക്റ്റ്. ഈ ചാപ്റ്ററിൽ ഇതിനെ അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ കൊടുത്തിട്ടുണ്ട് HCl ഉണ്ട്, ഓർത്തുക. അപ്പൊ ഒരു H ആണ് ഇവിടെ പോയത്. ബാക്കി H ഉം Cലും കൂടി ചേർന്ന് HCl ആവും. പ്ലസ് HCl ഉണ്ടോ? ഇവിടെ നിന്ന് ഒരു H ഇവിടേക്ക് വന്നു. അപ്പൊ CH4 ആയി. ബാക്കി ഇവിടെ ഒരു H ഉണ്ടല്ലോ. ആ H ഉം Cലും കൂടി ചേർന്ന് എന്താവും? HCl. ഓക്കെ, എക്സാമ്പിൾ. അപ്പൊ ക്ലോറോ മീഥെയിൻ ടു എന്ത് കിട്ടി? മീഥെയിൻ, ഹൈഡ്രോകാർബൺ അല്ലെ. ഓക്കെ, ആൽക്കെയിൻ കിട്ടി. ദെൻ ഇത് റിഡക്ഷൻ ആണ്. ഫസ്റ്റ് എഴുതി വെച്ചു. ഇതിന്റെ താഴെ സെക്കൻഡ് ആയിട്ട് റൂട്ട്സ് റിയാക്ഷൻ. ഹെഡിങ് എന്ത് തന്നെയാ? ഫ്രം ആൽക്കൈൽ ഹാലൈഡ് തന്നെയാണ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ക്ലോറോ മീഥെയിൻ, ബ്രോമോ ഇഥെയിൻ. ഹാലജൻ ആരൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവരൊക്കെ വന്നാൽ ഇതിനെ ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കും. ഹാലജൻ, ഹാലോ ആൽക്കൈൻ, അതൊക്കെ ഒരേ പേര് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒരേ പേര് തന്നെയാണ്. അപ്പോൾ ഈ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാലും ഹാലോ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് ആക്ച്വലി കേട്ടോ. ഓർക്കുക, അത് എന്താണ് ആക്ച്വലി അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരേ പേര് തന്നെയാണ്. അവിടെ നിന്ന് ആരെ കിട്ടണം? ആൽക്കൈൻ കിട്ടണം. അതിൽ ആദ്യത്തെയാണ് നമ്മൾ എഴുതിയത്. രണ്ടാമത് ഒരെണ്ണം കൂടിയുണ്ട്, റൂട്ട്സ് റിയാക്ഷൻ.
അത് എഴുതാം കേട്ടോ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് ഈ ചാപ്റ്ററിൽ. ഇപ്പൊ ആദ്യത്തെ WURTZ റൂട്ട്സ് റിയാക്ഷൻ. റൂട്ട്സ് കേട്ടോ, WURTZ റൂട്ട്സ് റിയാക്ഷൻ. അവിടെ എഴുതി വെച്ചു കേട്ടോ, റൂട്ട്സിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡ് ഓൺ ട്രീറ്റഡ് വിത്ത് sodium metal. Alkyl halide treated with sodium metal in the presence of dry ether. Alkyl halide on treated with sodium metal in dry ether to form higher alkane. A higher alkane underline ചെയ്യാം. To form higher alkane. This reaction is known as Roots reaction. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിൽ കണ്ടോ CH3Cl ആണ്. നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ക്ലോറോ മീഥെയിൻ. എന്താ കിട്ടിയേ? മീഥെയിൻ. പക്ഷെ മറ്റേടത്ത് അങ്ങനെയല്ല, അത് ഡബിൾ ആകുന്ന റിയാക്ഷൻ ആണ്. അപ്പോ ക്വസ്റ്റ്യനുകൾ ആ രീതിയിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഒരിക്കലും ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും, ഇൻഡയറക്റ്റ് ആണ് മുഴുവൻ ക്വസ്റ്റ്യൻ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഹെഡിങ് ഇങ്ങനെ പഠിച്ചു പോകും, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും വരുന്നത്. അപ്പോ ഇതില് നോക്കിയോ കേട്ടോ, CH3Cl ഇൻ ദ പ്രസൻസ് ഓഫ് എന്ത് വേണമെന്നാ പറഞ്ഞേ? ഡ്രൈ ഈതർ. ഡ്രൈ ഈതർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Na, സോഡിയം ആൻഡ് ഡ്രൈ ഈതർ. സോഡിയം ആൻഡ് ഡ്രൈ ഈതർ. അപ്പോ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും. 2CH3Cl, ഇവിടെ 2Na. അപ്പോ ഈ NAയുടെ ഡ്യൂട്ടി Cl എടുത്തുകൊണ്ട് പോലാണ്. അപ്പൊ എന്തായിരിക്കും? എത്ര NaCl ഉണ്ടാവും? 2NaCl. എന്തുകൊണ്ടാ? സോഡിയത്തിന് ക്ലോറിനോട് ഭയങ്കര അഫിനിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സോഡിയം വന്ന് ഈ ക്ലോറിൻ എടുത്തുകൊണ്ട് പോകും. ബാക്കി എന്തുണ്ട്? എത്ര പ്രാവശ്യം ഉണ്ട്? 2. അപ്പൊ എങ്ങനെ എഴുതും? CH3 സിംഗിൾ ബോണ്ട് CH3 ഉണ്ടോ? ഓക്കെ, ഇതിന്റെ പേര് നോക്കിയേ, ക്ലോറോ. ഇതിന്റെ പേര് പറ. ക്ലോറോ മീഥെയിൻ. നമുക്ക് എന്താ കിട്ടിയത് ക്ലോറോ മീഥെയിൻ ഇന്ന്? ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? ഈഥെയിൻ. ഉണ്ടോ? ഡബിൾ ആയി. എന്തായി? ഡബിൾ ആയി. കാരണം എന്ത് കണ്ടോ, ഇവിടെ 2 ഉണ്ട് അല്ലേ? ഓക്കെ, അത് ഡബിൾ ആവും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈഥെയിൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ ഞാൻ എഴുതുന്നത് CH3 CH2 CH2 Br പ്ലസ് 2Na 2 കൊടുത്തു. എന്തിനാ ഈ ഡ്രൈ ഈതർ കൊടുക്കണേ? കാറ്റലിസ്റ്റ് 2 ആണ്. ഈ Na വരുന്ന സ്ഥലത്തെല്ലാം ഡ്രൈ ഈതർ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. ഓക്കെ, ഈ Na വെള്ളത്തിൽ ഇട്ടാൽ എന്ത് പറ്റും? പൊട്ടും അല്ലേ? അറിയാം. സോഡിയം ഹൈലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട് അല്ലേ? സോഡിയം ഒക്കെ എവിടെയാ കെപ്റ്റ് ചെയ്ത് വെക്കുക? കെറോസിനിൽ അല്ലേ? വാട്ടറിന്റെ പ്രസൻസിൽ വെക്കത്തില്ല, കാരണം ഹൈലി റിയാക്റ്റീവ് ആണ് വാട്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ സോഡിയം നമ്മൾ ഇടുന്ന ടെസ്റ്റ് ട്യൂബിനകത്ത് മോയ്സ്ചർ ഉണ്ടെങ്കിൽ തീ പിടിക്കും, മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ സോഡിയത്തിന് അടുത്തെന്ത് കൊടുക്കും? ഡ്രൈ ഈതർ ഇട്ട് കൊടുക്കും കേട്ടോ. ഓർക്കുക, ഡ്രൈ ഈതർ കൊടുക്കും. അങ്ങനെ ഈ ഡ്രൈ ഈതറും സോഡിയം ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ ഇടുന്ന സമയത്ത് ഈ 2Na എന്താവും? ആരെ എടുത്തുകൊണ്ട് പോണേ? ബ്രോമിൻ. അപ്പൊ എങ്ങനെ എഴുതണം? ആദ്യം 2 എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ആദ്യം 2NaBr എന്ന് എഴുതി കണ്ടോ. ഓക്കെ, അപ്പൊ Br അല്ലെ? Br എത്ര എണ്ണം ഉണ്ട്? ഇത് കോമൺ ആണ്. Br 2 ഉണ്ട്. 2NaBr അങ്ങ് പോയി. ബാക്കി ഇത് എത്ര എണ്ണം ഉണ്ടാവും? ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 അല്ലെ? ഇൻറ്റു 2. അപ്പൊ എത്രയാവും ടോട്ടൽ? 3 × 2 3 × 2 അറിയില്ലേ? 6 കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര കാർബൺ വരക്കണം? CH3 CH2 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 CH3. ഓക്കെ, എന്താ കിട്ടാ? ഹെക്സെയിൻ. മനസ്സിലായോ? എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അത് അല്ലേ 2 ആവും.
അല്ലേ? ഡബിൾ ആവും. അപ്പൊ അടുത്ത എക്സാമ്പിൾ നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം. അടുത്ത തനിയെ വെച്ച് എഴുതണം കേട്ടോ. ഈ സെയിം തന്നെ ട്രൈ ചെയ്ത് എന്തായിരിക്കും ആൻസർ? അപ്പൊ ഇത് 1 2 സെക്കൻഡ് എക്സാമ്പിൾ. തേർഡ് എക്സാമ്പിൾ നിങ്ങൾ എഴുതാം. ഫ്രൂട്ട്സ് ആണ്. തേർഡ് എക്സാമ്പിളിന്റെ ആൻസർ നിങ്ങൾ എഴുതണം കേട്ടോ. 1ഉം 2ഉം തേർഡ് എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയായിരിക്കും? ക്ലോറോമീഥേൻ കൺവേർട്ട് ടു ഈഥേൻ, അങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ റൂട്ട്സ് റിയാക്ഷൻ എന്ന് ചോദിക്കാം. റൂട്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡെഫിനിഷൻ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ആ സമയത്ത് അവന്മാർ ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: ക്ലോറോ ഈഥേൻ കൺവേർട്ട് ടു ക്ലോറോമീഥേൻ ടു ഈഥേൻ. ഇതിന്റെ പേരെന്തായിരുന്നു? ക്ലോറോ പ്രൊപ്പെയിൻ ഉണ്ടോ? ബ്രോമോപ്രൊപ്പെയിൻ കൺവേർട്ട് ടു ഹെക്സെയിൻ ഉണ്ടോ? ഇനി ലാസ്റ്റ് ഇതിന്റെ ആൻസർ ഇൻഡിവിജ്വലി ചെയ്തിട്ടൊന്ന് കാണിച്ചു തരണം. കിട്ടി. വെള്ളം കുടിച്ചു. ഓക്കെ അല്ല? കറക്റ്റാ. ശരിയാ, ഞാൻ നോക്കി. കിട്ടിയില്ലേ? ബാക്കി എക്സാമ്പിൾ എഴുതിയില്ല. ബാക്കി അതും കൂടി എഴുതാം കേട്ടോ. ഇതിന്റെ എത്രയാവും നോക്കിയാ? അവിടെ എത്ര ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയാ. എഴുതണം കേട്ടോ. കിട്ടിയോ? ചെയ്തോ? ലാസ്റ്റത്തെ വരില്ലേ? ലാസ്റ്റ് കിട്ടിയാ? ഓക്കെ, കിട്ടില്ലേ? ഓക്കെ ആണോ? റൈറ്റ്, മനസ്സിലായല്ലോ. സി പ്രൊജക്റ്റ് എത്ര വരും? ഓക്കെ, ഈ 2 NaBr ഇയാൾ എടുത്തുകൊണ്ട് പോയി. ബാക്കി ഇത് എത്ര ഉണ്ടാവും? ഇവിടെ 2 ഇല്ലേ? അപ്പോൾ 2 × 2 4. അപ്പോൾ എത്ര കാർബൺ ആണ്? 4. അപ്പോൾ CH3 CH2 CH2 CH3. ഇവിടെ വരെ എഴുതണം കേട്ടോ. അങ്ങനെ എഴുതാം. കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഒരുമിച്ച് എഴുതിക്കുക. അതങ്ങ് വെട്ടി കളഞ്ഞു, അല്ലെങ്കിൽ പിന്നീട് മനസ്സിലാവും. ഇത് എഴുതുമ്പോൾ ഇങ്ങനെ ഗീവ്സ് കൊടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. 4 കാർബൺ ഉണ്ടെന്ന് പറഞ്ഞാൽ 4 കാർബൺ എഴുതിയിട്ട് H പിന്നെ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. H മറ്റേ റൂൾ വെച്ച് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? കിട്ടിയാ? എന്ത് ചെയ്യും? കണ്ണം കൂടി തരാം. ഇവിടെ 2 അല്ലേ? 1 2 അല്ലേ വന്നേക്കുന്നത്? കണ്ടോ? ഇത് 2 ആണ്. അപ്പൊ 2 × 2 4. അപ്പോൾ 4 വരണം. അപ്പോൾ 1 2 3 4 കൂടി വരച്ചു. 4. 2 ആണോ 3 ആണോ? 3 കേട്ടോ. എന്തുകൊണ്ടാണ് 3 ആയ? 1 കാർബണിന് ഒരു ബോണ്ട് കഴിഞ്ഞാൽ ബാക്കി 3. അപ്പൊ എൻഡിൽ വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്ലസ് എന്തായിരിക്കും? NaBr കേട്ടോ. ഓക്കെ, കാരണം ഈ സോഡിയത്തിന് Br എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഓക്കെ, കിട്ടിയോ? ചെയ്തോ മോനെ? കിട്ടുന്നുണ്ടോ? റൈറ്റ് കേട്ടോ. ചെയ്തോ? അത് തന്നെയാണോ? ഓക്കെ, മറ്റേത് മനസ്സിലായല്ലോ. കിട്ടിയില്ലേ? കിട്ടിയ മീനാക്ഷി? മനസ്സിലായോ? വേഗം എഴുത കേട്ടോ. ചെയ്തോ? ചോദിച്ചല്ലേ. നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവിടെ എന്താവും? ഈഥെയിൻ ആണ് അല്ലെ? 2 കാർബൺ ആണ്. അതെന്താവും? ബ്യൂട്ടൈൻ ആവും. പ്ലസ് 2 NaBr. ശ്രദ്ധിക്കുക, ഇതില് ഇതാണ് പ്ലസ് 2 റൂട്ട്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ശ്രദ്ധിക്കുക, പ്ലസ് 2 ഫസ്റ്റ് ചാപ്റ്ററിൽ റൂട്ട്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ബ്രില്യന്റ് ആയിട്ടാണ്. അത് വന്നേക്കുന്നത് 2 methyl propane convert to 2 methyl
പ്രൊപ്പൈൻ. കേട്ടോ, ഓർത്ത് നോക്കുക. സോറി, 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ. 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ കാണാൻ പറ്റുന്നുണ്ടോ? 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ മനസ്സിൽ കാണാൻ പറ്റുമോ? കേട്ടോ, ഓർത്ത് നോക്കാം. 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ കൺവേർട്ട് ടു എന്ത് വരും? എന്തായിരിക്കും വരുന്നത്? 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ കൺവേർട്ട് ടു സെക്കൻഡ് പൊസിഷനിലാണ് വന്നേക്കുന്നത്. അപ്പോ അവിടെ നിന്ന് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് എത്ര കോമ്പൗണ്ട് ആവും? ഇതാണ് കോമ്പൗണ്ട്. ഇതാണ് കോമ്പൗണ്ട്. 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ കൺവേർട്ട് ടു എന്ത് വരും? ഇവിടുത്തെ ഈ കോമ്പൗണ്ട് ഡബിൾ ആവും. ഡബിൾ ആവുമ്പോൾ എത്രയായിട്ട് വരും? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ഇവിടെ ക്ലോറിൻ ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് 2 എണ്ണം ഉണ്ടാവും. ക്ലോറിൻ പോയ സ്ഥലത്ത് ഇതുപോലത്തെ 2 എണ്ണം തമ്മിൽ ജോയിൻ ചെയ്യും. ഇത് കണ്ടോ, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത വർഷം ചോദിക്കുന്ന രീതി ഇതാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുക, നിങ്ങൾ ഇത്രയും പഠിച്ചത് ഇത് വെച്ചിട്ട് അവർ ചോദിക്കുന്ന അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ ആണിത്. +2 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വന്ന് റെഫർ ചെയ്യണം. മനസ്സിലായോ? അതാണ് അല്ലെ കെമിസ്ട്രിയുടെ വ്യത്യാസം. ഓർഗാനിക്കിന് മാത്രമായി ടഫ് ഉള്ളൂ. അതിനെ നമ്മൾ ഈ ഒരു കണക്ഷൻ വെച്ചുകൊണ്ട് വരും. എവിടെയാണോ ക്ലോറിൻ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യും. കേട്ടോ, ഓക്കെ. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ക്ലോറിൻ മാറ്റി ഇതുപോലത്തെ ഒരു സാധനമല്ലേ ഉള്ളൂ. ഓക്കെ, അത് ഇതുപോലെ തന്നെ വീണ്ടും എഴുതി. കണ്ടോ, എക്സാം ബുക്കുകളിൽ എഴുതുമ്പോൾ നേരെ എഴുതുള്ളൂ. ഇതിന്റെ പേരെന്തായിരിക്കും? 1 2 3 4. അപ്പൊ എന്തായിരിക്കും? 2,2 3,3 ടെട്രാമീഥൈൽ ബ്യൂട്ടൈൻ. ടെട്രാമീഥൈൽ ബ്യൂട്ടൈൻ. ഉണ്ടോ? ഓക്കെ. ലോങ് ചെയിൻ ഇങ്ങനെയല്ലേ വരാം? ലോങ് ചെയിൻ ഇങ്ങനെയല്ലേ വരാം? അപ്പൊ റിവിഷൻ എടുക്കുമ്പോ നമ്മൾ +2 അല്ല +1 തന്നെ ഇത് തന്നെ പഠിപ്പിക്കും. കേട്ടോ, ബോർഡ്സിന്റെ ഒക്കെ അടുത്ത അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അല്ലെ കയറ്റി പഠിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് 11th ചോദിക്കാം. 11th ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. കാരണം എന്താ അല്ലെ, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അത് വെച്ച്, കാരണം അടുത്ത വർഷത്തേക്ക് അവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവൂലേ അല്ലെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിന്റെ എവിടെയാണോ ക്ലോറിൻ ആ ക്ലോറിൻ മാറ്റിയിട്ട് അവരെ തമ്മിൽ ജോയിൻ ചെയ്യണം. അതാണ് റൂൾസ്. എവിടെയാണോ ക്ലോറിൻ ആ ക്ലോറിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. കേട്ടോ, ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് മൈൻഡ് കൊണ്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാലാണ് എൻട്രൻസ് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണം. എൻട്രൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ. കേട്ടോ, ഓക്കെ. എൻട്രൻസ് പഠിക്കുമ്പോൾ ഇത് ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മൈൻഡ് കൊണ്ട് കാണണം. ഇത് കണ്ടോ, കൈ വെച്ചിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യാറ്. ഇത് കണ്ടോ, ഇതെന്തായിരിക്കും? പ്രൊപ്പൈൻ. ഇതൊക്കെ ആയിരിക്കും ബ്യൂട്ടൈൻ. ഇതെന്തായിരിക്കും? പെന്റൈൻ. 2 മീഥൈൽ 2 ക്ലോറോ പെന്റൈൻ. റൂട്ട്സിൽ വന്നാൽ എന്തായിരിക്കും ആൻസർ? 2 ക്ലോറോ പെന്റൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ ഇതല്ലേ? ഇവിടെ നിന്ന് സെക്കൻഡ്, ഇത് ഇവിടെ നിന്ന് സെക്കൻഡ്. ക്ലോറിൻ എവിടെ വന്നോ അവർ തമ്മിൽ ജോയിൻ ചെയ്യും. കണ്ടോ? അപ്പൊ എത്രയാവും ഈ കോമ്പൗണ്ട്? ടോട്ടൽ എത്രയായി? കാണാൻ പറ്റുന്നുണ്ട്. 4 + 4 എത്രയാ? 8. 8 എന്ന് പറഞ്ഞാൽ എന്താ? ഒക്ടെയിൻ. ഒക്ടെയിൻ. ഇത് ബ്രാഞ്ച് ആയിട്ട് വരും. അപ്പൊ എന്തായിരിക്കും? എവിടെയൊക്കെ ബ്രാഞ്ച് വന്നേക്കുന്നത്? 4 5. അപ്പൊ ആൻസർ എന്തായിരിക്കും? 4,5 ഡൈമീഥൈൽ ഒക്ടെയിൻ. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടാക്കി വെക്കും എൻട്രൻസിന് വേണ്ടിയിട്ട്. അപ്പൊ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ആ ടൈം കളയാതെ അത് വരച്ചൊക്കെ എഴുതി വലിയ കോമ്പോട്ടൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് പഠിപ്പിക്കും. കേട്ടോ, ഓക്കെ. ഇതിന് വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ, HVZ അങ്ങനെയുള്ള കുറെ റിയാക്ഷൻസുകൾ ഉണ്ട്. അതിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആൽഫ ഹൈഡ്രജനൊക്കെ വരുന്ന കോമ്പൗണ്ടുകൾക്ക്. കേട്ടോ, ഓക്കെ. അപ്പോ അല്ലാതെ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതുപോലെ വലിയ സ്ട്രക്ചർ ഒക്കെ വരക്കുന്ന എക്സ്പ്ലനേഷൻ ഉള്ള ബുക്കുകൾ ഉണ്ടാവും. അത് കണ്ടിട്ട് കൊള്ളാം, ഇത് അപ്പോഴും ബോർഡ് എക്സാം എക്സാം തീർന്നു പോകും അല്ലെ. നമുക്കൊരു 30 സെക്കൻഡ് 1 മിനിറ്റ് കൊണ്ടൊക്കെ അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. കേട്ടോ, ഓക്കെ. അതിനൊക്കെ കുറെ ടിപ്സുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പോകണം. അപ്പൊ ഓർത്ത് വെക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ എവിടെയാണോ ക്ലോറിൻ, ലോജിക് എന്താ? എവിടെയാണോ ക്ലോറിൻ അതെന്ത് ചെയ്യണം? മാറ്റണം. എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഇതാണ് റൂൾസിൽ. കേട്ടോ, ഓക്കെ. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ഫ്രം കാർബോക്സിലിക് ആസിഡ്. നെക്സ്റ്റ് ഹെഡിങ് ഫ്രം, തേർഡ് ഹെഡിങ് ആണ് കേട്ടോ. പ്രിപ്പറേഷന്റെ അകത്ത് 3 ഹെഡിങ് ആണ്. ഫസ്റ്റ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, സെക്കൻഡ് ഹെഡിങ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈൽ ഹാലൈഡ് കഴിഞ്ഞിട്ട് തേർഡ് മെയിൻ ഹെഡിങ് ഫ്രം കാർബോക്സിലിക് ആസിഡ്. ഫ്രം കാർബോക്സിലിക് ആസിഡ് എഴുതിയാം. ഫ്രം കാർബോക്സിലിക് ആസിഡ് അണ്ടർലൈൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഫ്രം കാർബോക്സിലിക് ആസിഡ് അതില് ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ ആണ്
decarboxylation reaction. Decarboxylation reaction. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ. കേട്ടോ, ഓർത്തുക. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ റിമൂവ് ചെയ്യുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽക്കെയിൻ കിട്ടുന്നതാണ്. കേട്ടോ, ഇത് സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, sodium salt of carboxylic acid, sodium salt of carboxylic acid on heating with soda lime, on heating with a soda lime, on heating with a soda lime, LIME ആണ്. സോഡ ലൈം എന്താണെന്ന് എഴുതണം കേട്ടോ, ബ്രാക്കറ്റ് എഴുതി വെക്കാം. NaOH പ്ലസ് CaO, അതിനെയാണ് സോഡ ലൈം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ല സോഡയുള്ള ലൈം ഒന്നും അല്ല കേട്ടോ. ഓക്കെ, ബ്രാക്കറ്റ് എഴുതി വെക്കുക. NaOH പ്ലസ് CaO കേട്ടോ, NaOH പ്ലസ് CaO, സോഡ ലൈം. ബ്രാക്കറ്റില് NaOH പ്ലസ് CaO, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. gives alkanes containing one carbon atom less than carboxylic acid. Gives alkanes containing one carbon atom എന്തായിരിക്കും? less than carboxylic acid. One carbon atom less than the carboxylic acid. എഴുതിയോ? ഇവിടെ വരുന്ന ഇക്വേഷനിൽ CH3COOH ഇതാണ് കാർബോക്സിലിക് ആസിഡ്. ഇതിലേക്ക് സോഡ ലൈം എന്ന് പറഞ്ഞ NaOH and CO ആണ്. സ്റ്റെപ്പ് ആയിട്ട് എഴുതാം, ഒറ്റയടിക്ക് എഴുതാം, ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ സ്റ്റെപ്പ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇതിലേക്ക് NaOH ആഡ് ചെയ്യും. NaOH ആഡ് ചെയ്യുമ്പോൾ ഈ Hന് ഇത് റീപ്ലേസ് ചെയ്യും, എന്നിട്ട് CH3COONA വരും. CH3COONA. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എഴുതണ്ട. ബൈ പ്രൊഡക്റ്റ് വേറെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഒരു H OH കൂടി ചേർത്താൽ എന്ത് വരും? HOH കൂടി ചേർത്താൽ H2O ആണ് ബൈ പ്രൊഡക്റ്റ്. അതൊന്നും എഴുതണ്ട. CH3COONA. ഇതിനെയാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? സോഡിയം സോൾട്ട് ഓഫ് പറയും കാർബോക്സിലിക് ആസിഡ്. ഇത് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. എവിടെയാ പഠിച്ചിട്ട് എനിക്ക്? ഉണ്ടോ, സാപ്പോണിഫിക്കേഷൻ. ഗുഡ്. ഉണ്ടോ? അപ്പൊ CH3COONA എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് അതാണ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇതിലേക്ക് വീണ്ടും ഈ NaOH and CaO ഉണ്ടോ, ഓർത്തോക്കെ. NaOH and CaO. അപ്പൊ ഇവിടെ ഇത് മാത്രം എഴുതിയാലും മതി, ഒന്നല്ലെങ്കിൽ ഇത് എഴുതാം കേട്ടോ. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് CO2 പോകും. CO2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കാർബൺ ഉണ്ടോ? ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ CH4 പ്ലസ് Na2CO3 ഇതാണ് വരുന്നത് കണ്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അത് ഇതിന്റെ ഒപ്പം ജോയിൻ ചെയ്തു. ഇപ്പൊ NaOയും ഒരു CO2 കൂടി ചേർന്ന് എന്ത് വരും? Na2CO3 എന്നുള്ള രീതിയിൽ അവിടുന്ന് റീപ്ലേസ് ചെയ്തു പോകും കേട്ടോ. ഓക്കെ, അപ്പോ ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്താ? ഡീകാർബോക്സിലേഷൻ. ഇവിടെ എത്ര കാർബൺ ഉണ്ടായിരുന്നു? 2 അല്ലെ? എത്തനോയിക് ആസിഡ് എന്തായി മാറി? മീഥെയ്ൻ. ഒരു കാർബൺ അവിടെ കുറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ടുഗദർ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, CH3COH ഇങ്ങനെ എഴുതിയാലും മതി. CH3COH NaOH and CO ഒരുമിച്ച് എഴുതാം കേട്ടോ. ഓക്കെ, ഈ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് എഴുതണം നിർബന്ധം ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. ഇങ്ങനെ എഴുതാം. CH3 CH2 COH ഇതെന്തായിരുന്നു? പ്രൊപ്പനോയിക് ആസിഡ് അല്ലെ? പ്രൊപ്പനോയിക് ആസിഡിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇടാം NaOH and CaO ഉണ്ടോ. ഓർത്തോ, രണ്ട് പ്രാവശ്യം ഇടുന്നതിന് പകരം ഒരുമിച്ചിട്ട് കാണും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ CO2 കളയാം. അപ്പൊ എന്താണ്ടാവും? ഈ H ജോയിൻ ചെയ്യില്ലേ? അപ്പൊ എന്താവും? CO2 പോയി കഴിഞ്ഞാൽ ഈ H ഇതിൽ ജോയിൻ ചെയ്താൽ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH3 ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, CH3 സിംഗിൾ ബോണ്ട് CH3. എല്ലാത്തിനും ബൈ പ്രോഡക്റ്റ് എന്ത് തന്നെയായിരിക്കും? Na2CO3. അടുത്തൊരു എക്സാമ്പിൾ തന്നെ എഴുതി. പേരെടുത്തു. സെയിം റിയേജന്റ്. ഓക്കെ, എന്ത് കിട്ടും? പേര് എഴുതണം കേട്ടോ. ഇതെന്താ? എത്തനോയിക് ആസിഡ്. ഇതെന്താ? മീഥെയ്ൻ. 1 കാർബൺ കുറഞ്ഞു. ഇവിടെ എന്തായിരിക്കും? പ്രൊപ്പനോയിക് ആസിഡ്. ഇതെന്താ കിട്ടുന്നത്? ഈഥെയ്ൻ. എഴുതണം കേട്ടോ, നെയിം എഴുതണം എല്ലാവരും. പ്രൊപ്പനോയിക് ആസിഡ് ടു ഈഥെയ്ൻ. ഇതെന്തായിരിക്കും? ബ്യൂട്ടനോയിക് ആസിഡ്.
ഇവിടെ എന്താ എഴുതാം? കിട്ടിയോ? ഫസ്റ്റിന്റെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ശരിക്കും അതിന്റെ പേര് സോഡിയം എത്തനോയേറ്റ്. ഐപാക് നെയിം സോഡിയം എത്തനോയേറ്റ്. നമ്മൾ എഴുതിയേക്കുന്നത് സോഡിയം സോൾട്ട് ഓഫ് ജനറൽ ആയിട്ട് പറയുന്നത്. കണ്ടോ? ഓർക്കുക. ഇത് 2 സ്റ്റെപ്പിലാണ്. ഇതൊക്കെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സാമ്പിൾ ഒരെണ്ണം പഠിച്ചാൽ മതി. ഇത് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മെത്തേഡ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ അവർക്ക്? ബ്യൂട്ടനോയിക് ആസിഡ് കൺവേർട്ട് ടു പറയും പ്രൊപ്പെയിൻ. കൺവേർഷൻ എന്ന് പറയും. ഒരെണ്ണത്തിൽ നിന്ന് വേറെ ഒരെണ്ണത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കാം. അപ്പൊ ബ്യൂട്ടനോയിക് ആസിഡ് കൺവേർട്ട് ടു പ്രൊപ്പെയിൻ കേട്ടോ. ഇതിന് ആൻസർ പ്രൊപ്പെയിൻ. CH3 സിംഗിൾ ബോണ്ട് CH2 CH3 ഉണ്ടോ? CO2 അവിടെ നിന്ന് റിമൂവ് ചെയ്തു അല്ലെ? പ്ലസ് Na2CO3 പ്ലസ് Na2CO3. കംപ്ലീറ്റ് ആയോ എല്ലാവരെയും? നെക്സ്റ്റ് ഹെഡിങ് ആണ് കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. കോൾസ് ഇവിടെ നോക്കൂ. KOLBES. കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. ഇതെല്ലാം ഫ്രം കാർബോക്സിലിക് ആസിഡിന്റെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ. അതിൽ ഫസ്റ്റ് നമ്മൾ ഡീകാർബോക്സിലേഷൻ, സെക്കൻഡ് അതിൽ വരുന്നതാണ് കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. ഈ മെത്തേഡിൽ കൂടി നമുക്ക് ആൽക്കെയിൻ ഉണ്ടാക്കണം. ഇതിൽ വേറെ ഒന്നുമില്ല. അത് കണ്ടോ ഈ കോമ്പൗണ്ട് അല്ലേ? ഇതിനെന്താ വിളിച്ചേ? സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. എന്താ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി. അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കെയിൻ കിട്ടും. ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ആൽക്കെയിൻ കിട്ടും. അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. എന്ന് എഴുതി വെച്ചു. An aqueous solution of sodium or potassium salt of carboxylic acid. An aqueous solution of sodium or potassium salt of carboxylic acid. An aqueous solution of sodium or potassium salt of carboxylic acid on electrolysis gives alkane containing even number of carbon atom at the anode. At the anode. ഇതാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. CH3COONA പ്ലസ് H2O. അതിലേക്ക് നമ്മൾ ഇലക്ട്രോലിസിസ് കേട്ടോ. ഇലക്ട്രിസിറ്റി ആണ്. നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന് എഴുതണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന CH3 സിംഗിൾ ബോണ്ട് CH3. ഇത് എവിടെ കിട്ടുന്ന പറഞ്ഞേക്കുന്നത്? എവിടെ കിട്ടാമെന്ന് പറഞ്ഞ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതിയല്ലോ. പറയും ആനോഡ്. പ്ലസ് ഇവിടുന്ന്
കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട് പ്ലസ് CO2. ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതിൽ Na2CO3 ആണ്, ഇവിടെ NaOH പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് വരുന്നത്. NaOH പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്, ഇതാണ് ഇക്വേഷൻ. ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നത് കാഥോഡിലാണ് കേട്ടോ. കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് കൂടി എഴുതി വെച്ചു. കാഥോഡ് ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇത് വെള്ളത്തിലിടുമ്പോൾ CH3COO മൈനസ് ആൻഡ് Na പ്ലസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. എങ്ങനെയാ? CH3COO മൈനസ് ആൻഡ് Na പ്ലസ് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഇക്വേഷനിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആനോഡിലെ കാര്യമാണ് കേട്ടോ. ആനോഡിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. CH3COO മൈനസ് ആൻഡ് Na പ്ലസ്, അതിൽ CH3COO മൈനസ് ഇങ്ങനെ വരുന്ന ഈ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടില് CH3COO മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? C ഡബിൾ ബോണ്ടോ അല്ലെ, ആൻഡ് സിംഗിൾ ബോണ്ടോ, അങ്ങനെയാണ് ഈ COO മൈനസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പോ മനസ്സിൽ ഓർത്തു വെക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്തു വെക്കുക. CH3 ഇത് കണ്ടോ, C ഡബിൾ ബോണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന കോമ്പൗണ്ട് ആണ് ഇത് മനസ്സിലുണ്ടാവണം. ഈ മൈനസ് ഇപ്പുറത്തും എന്ത് ചെയ്യും? മാറ്റിക്കൊണ്ടേയിരിക്കും ഈ കോമ്പൗണ്ട്. ഇതിന് ഹോമോലിറ്റിക് ഫിഷൻ ആൻഡ് ഹെട്രോലിറ്റിക് ഫിഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹൈഡ്രോ കാർബണിൽ ഹോമോലിറ്റിക് ഫിഷൻ ഉണ്ടായിരുന്നു, ഹെട്രോലിറ്റിക് ഫിഷൻ ഉണ്ടായിരുന്നു. ഹോമോലിറ്റിക് ഫിഷൻ ഉണ്ട്, ഹെട്രോലിറ്റിക് ഫിഷൻ. ഞാൻ പറഞ്ഞത് ഓർമ്മ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആണ് ആക്ച്വലി. ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്ലസ് മൈനസ് വന്ന ഹെട്രോലിറ്റിക്. ദെൻ ഹോമോലിറ്റിക് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു ഡോട്ട് വരും കേട്ടോ. എന്നൊരു കഥ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഇപ്പൊ ഇയാളും ഞാനും തമ്മിൽ ഒരു ബിസിനസ് ചെയ്തു. ഇയാള് 1 rupees, ഇയാളും 1 rupees, അങ്ങനെ വെച്ചിട്ടാണ് ബിസിനസ്. ഷെയറിംഗ് അല്ലേ ബിസിനസ് എന്ന് പറയുമ്പോൾ അല്ലെ? ആ ഷെയർ ചെയ്തു, ബ്രേക്ക് ചെയ്യണം. അതാണ് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫിഷൻ. ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫിഷൻ. ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിലിരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു? അയാൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഞാൻ എന്താവും? പ്ലസ് ആവും, ഇയാളെന്താവും? മൈനസ്. എന്തുകൊണ്ടായേ? എന്തുകൊണ്ടാ അങ്ങനെ ആയത്? അല്ലെ, ഓർത്ത് നോക്കാം. ബ്രേക്കപ്പ് അറിയാലോ, അല്ലെങ്കിൽ പറയാം, അത് പറയാം. അപ്പൊ പറഞ്ഞാൽ ഓർത്ത് നോക്കാം. ബ്രേക്കപ്പ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഓർത്ത് നോക്കാം. ബ്രേക്കപ്പ് ചെയ്യാണ് ആക്ച്വലി ഒരാള് ഈക്വൽ ആയിട്ട് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുന്നു, വേണ്ട എന്ന് പറയുന്നതിനെയാണ് എന്ത്? ഹോമോലിറ്റിക്. ഇനി മറക്കൂല കേട്ടോ. ഹോമോലിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? മ്യൂച്വൽ ആയിട്ട് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? ഹോമോലിറ്റിക് ഫിഷൻ. ഇനി മറക്കൂല, ഇത് ഓർത്ത് നോക്കാം. ഇനി ഹെട്രോലിറ്റിക് ഫിഷൻ എന്തായിരിക്കും? ഒരാള് അല്ലെ നോക്കാം അല്ലെ, തേച്ചു എന്നൊക്കെ പറയണ പോലെ എന്ത് ചെയ്യുന്നു അല്ലെ? ഒരാള് എന്താണ്? അൺനെസസറി ആയിട്ട് വന്നിട്ട് പറയാണ്, ഇല്ല നാളെ മുതൽ ബ്രേക്കപ്പ് ആണ് കേട്ടോ, വേണ്ട എന്ന് പറയുന്നതാണ് ആക്ച്വലി കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഒരാൾക്ക് ഭയങ്കര വിഷമാവൂലേ, നെഗറ്റീവ് ആവില്ലേ? മറ്റേ പോസിറ്റീവ് ആയിട്ട് പോയി, അയാൾ മാറിപ്പോയല്ലോ എന്ന് കരുതിയിട്ട് അയാൾ പോസിറ്റീവ് ആയി പോയി, മറ്റേ എന്താവും? നെഗറ്റീവായ വിഷമമായിട്ടിരിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹെട്രോലിറ്റിക് ഫിഷൻ. ഇനി ഓർക്കോ, ഫിഷൻ എന്ന് പറഞ്ഞപ്പോ എന്താ? ബ്രേക്കപ്പ് കേട്ടോ. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയിലാണെങ്കിൽ ബ്രേക്കപ്പിനെ ഇനി എന്ത് വിളിച്ചാൽ മതി? ഹോമോലിസിസ് കേട്ടോ. ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ എന്താണ്? മൈനസ് ഉണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇലക്ട്രോൺ വരും. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഇതിങ്ങനെ ഇരിക്കണ്ടായി, ഇത് എന്ത് സാധനം എടുത്ത് മറന്നുപോയല്ലോ എന്നുള്ള രീതിയിൽ ഇരിപ്പുണ്ടായി, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഈ ഇലക്ട്രോൺ ഇത് റിസീവ് ചെയ്യും. ഇതെന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ, ഇവിടെ നിന്ന് ഒരു ചാർജ് നമുക്ക് പോയി കഴിഞ്ഞാൽ, എക്സ്ട്രാ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? COO മൈനസ് മാറിയിട്ട് അവിടെ ഒരു ഡോട്ട് വരും. മൈനസ് മാറിയിട്ട് അവിടെ എന്ത് വരും? ഡോട്ട്. ആ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ അവിടെ ഒന്നുമില്ല, നോർമൽ ഇലക്ട്രോൺ ആണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് അവര് ഇലക്ട്രോൺ മാറ്റി കഴിയാണ് ആക്ച്വലി വരുന്നത്, മൈനസ് ആണ്. ഇത് ഇവിടെ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യും, ഇവിടെ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്യണ സമയത്ത് CH3CO ഡബിൾ ബോണ്ടോ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡോട്ട് ആയിട്ട് അവർ കൊടുക്കണ്ടാവും, എക്സ്ട്രാ ഇലക്ട്രോൺ ആയിട്ട് കൊടുക്കും. ഓക്സിജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട് ശരിക്കും? ഇങ്ങനെയൊക്കെ എഴുതണം ആക്ച്വലി, ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട. ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ, ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഒന്ന് പറഞ്ഞു? ഒരു ബോണ്ട് ഉണ്ട് ഇവിടെ,
ടോട്ടൽ എത്ര കാർബൺ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഓക്സിജൻ ഔട്ടർ മോസ്റ്റിൽ എന്ന് പറഞ്ഞേ 6 ഉണ്ട്. അതിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും അല്ലെ? 5 ൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ എന്ത് വരും? 4. അതാണ് ശരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, 4 ഇലക്ട്രോൺ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന പോലെ എഴുതാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഒരു 5 ഇലക്ട്രോൺസ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. CH3 C ഡബിൾ ബോണ്ടോ O കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ 1 2 3 4 5 ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പില് അവര് കൊടുത്തേക്കുന്നത് ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താ, ഈ CO2 അങ്ങ് പോകും. CO2 പോയി കഴിഞ്ഞാൽ CH3 ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലേ, ഈ ഇലക്ട്രോൺ ഇല്ലേ, ഈ ഇലക്ട്രോൺ ഇതിലേക്ക് പോയാൽ എന്താവും? എത്രയാവും? 6 6 1 2 അപ്പൊ എത്രയാവും? 8. അത് സമാധാനമായിട്ട് പോകും. CO2 എങ്ങനെ പോയെന്ന് മനസ്സിലായോ? ഇവിടെ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തല്ലോ. ഈ ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോൺ ഈ കാർബണിന്റെ ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും കണ്ടോ. ഓക്കെ, ഈ ഇലക്ട്രോൺ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഇത് സ്റ്റേബിൾ ആകും, CO2 ആയിട്ട് അവിടെ നിന്ന് പോകും. ബാക്കി എത്രയുണ്ട് ഇവിടെ? ഈ സ്വന്തം ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോൺ ആണ് ആ മോളിൽ കൊടുത്തേക്കുന്ന ഡോട്ട്. അതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 അല്ലെ? ആ 2 ഈ ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? ഈ ഓക്സിജന് കൊടുക്കും. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? സ്റ്റെബിലിറ്റിക്ക് അല്ലെ? ഓക്സിജൻ എത്രയാണ് ബോണ്ട് വേണം? ടോട്ടൽ 8 ആണ്. ഇപ്പൊ എത്രയുള്ളൂ? 1 2 3 4 5 6 7 ഉള്ളൂ ഉണ്ടോ. ഈ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും 8 ആയ CO2 ആണ്. സ്റ്റേബിലിറ്റി CO2 ഉണ്ട് കണ്ടോ. CO2 ആയിട്ട് അവിടെ നിന്ന് പോകും. CH3 ഡോട്ട് ആവും. CH3 ഡോട്ട് എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. കാരണം എന്താ, കാർബൺ അവിടെ അല്ലെ ഒരു ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് അത് എന്താണ് സ്റ്റേബിൾ ആവുള്ളൂ. കാർബണിന്റെ ബാലൻസ് എത്രയാ? 4. ഇപ്പൊ എത്രയേ ഉള്ളൂ? 3. വിഷമിച്ചിരിക്കുകയാണ്. അപ്പോ ഈ CH3 ഡോട്ട് ദേ നോക്കിയേ, അടുത്ത കോമ്പൗണ്ട് ഇതുപോലെ കുറെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അടുത്ത CH3 ഡോട്ടും കൂടി വരും. ഈ ഡോട്ടും കൂടി ചേർന്നിട്ട് എന്താവും? അവര് CH3 സിംഗിൾ ബോണ്ട് CH3. അതാണ് ഈ കാണുന്നത് ഈ കോമ്പൗണ്ട് ആനോഡ് കേട്ടോ. ഓക്കെ, അപ്പൊ ആനോഡിൽ ഇങ്ങനെയാണ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് എടുത്തെഴുതുക. ആനോഡ് വേഗം എടുത്തെഴുതുക കേട്ടോ. ഇതിലിപ്പോ കഴിയും കേട്ടോ. അല്ല, റിമോട്ട് ഇവിടെ ഉണ്ടോ നോക്കണം. നോക്കിക്കണം. അവിടെ എത്തിയേറെ ഞാൻ പറഞ്ഞില്ല, റിമോട്ട് കാണാതെ എന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയോ? അടുത്തത് ഇവിടെ നോക്കട്ടെ. കാഥോഡിൽ എന്താ നടക്കുന്നത്? ഇവിടെ വാട്ടർ ഉണ്ടല്ലോ. വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത H+ ആൻഡ് OH-. ഇവിടുന്ന് എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ഇത് H ഡോട്ട് ആയിട്ട് മാറും. അങ്ങനെ 2 H ഡോട്ട് എന്ന് പറഞ്ഞാൽ കുറെ വാട്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ 2 H ഡോട്ട് ഇതുപോലെ വന്നു കഴിയുമ്പോൾ H2 ഗ്യാസ് ആയിട്ട് H സിംഗിൾ ബോൺസ് H എന്ന് പറയുമ്പോൾ എന്താ? H2. ഈ ഡോട്ട് വന്നാൽ അതിനെന്താ വിളിക്കുന്നത്? ഫ്രീ റാഡിക്കൽ കേട്ടോ. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അല്ലെ, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് വേറെ ഒരാളായിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ്. അങ്ങനെയാണത് ഫോം ചെയ്യുന്നത്. ഇതൊരു പ്രിപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു പ്രിപ്പറേഷനിൽ എടുത്ത ഹെഡിങ്സുകൾ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് എന്തായിരുന്നു? ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സെക്കൻഡ് ഹെഡിങ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. തേർഡ് ഹെഡിങ് ഫ്രം കാർബോക്സിലിക് ആസിഡ് ആണ്. 3 ഹെഡിങ്സ് ആണ് മെയിൻ. അതില് പേരുള്ള റിയാക്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കേണ്ടത്. ഏതൊക്കെയായിരുന്നു? ബ്രൂട്ട്സ്, പിന്നെന്തായിരുന്നു? ഡീകാർബോക്സിലേഷൻ, കോട്സ് ഇലക്ട്രോളിസിസ് കേട്ടോ. ഇത് 3ഉം നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. ഏതൊക്കെയാണ്? ബ്രൂട്ട്സ്, ഡീകാർബോക്സിലേഷൻ, കോട്സ്. വേഗം പഠിച്ചോ, എന്നാ പോവാം. റൂട്ട്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഡെഫിനിഷൻ പറഞ്ഞാൽ റൂട്ട്സ്
ആ വേണ്ട. ഫ്രൂട്ട്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ഡാഷ് ആൽക്കെയിൻ, ഹയർ ആൽക്കെയിൻ. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഹയർ ആണ്, ആ ഹയർ വിട്ടുപോകരുത്. ഇനി ഡീകാർബോക്സിലേഷൻ പഠിക്കുമ്പോൾ എന്താണ്? സോഡിയം സോൾട്ട് ഓഫ് carboxylic acid, sodium salt of carboxylic acid react with soda lime bracket NaOH and CaO to form alkane എങ്ങനെയായിരിക്കും? containing അല്ലെ 1 carbon less than the corresponding carboxylic acid അല്ലെ? ആ രീതിയിൽ പറയണം. ഈ രണ്ടെണ്ണം പറയണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉള്ളൂ. വേഗം നോക്കിയേ. പറഞ്ഞിട്ട് വേഗം പോക്കോ. അല്ലോ, അയാൾ ഫസ്റ്റ് പറയണമെന്ന് പറയുന്നു, കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്കും വേഗം പറഞ്ഞിട്ട് വിടുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞോളാം. ഫ്രൂട്ട്സ് അല്ലേ പറയണേ? ഫ്രൂട്ട്സ് പറഞ്ഞു. treated with a sodium in the presence of dry ether to form dash alkane. ഇനി അടുത്ത ഡീകാർബോക്സിലേഷൻ. വേഗം പഠിക്കും. ഒരു മിനിറ്റ് മതി. പറഞ്ഞു. ഇവിടെയാണോ പറഞ്ഞു? മോനെ പറഞ്ഞു. Sodium salt of carbonic acid on treating with soda lime that is NaOH plus CaO that means containing 1 carbon atom less than its corresponding atom. വേഗം പറഞ്ഞപ്പോ തന്നെ വിടും കേട്ടോ. ഞാൻ പറഞ്ഞു മീനാക്ഷി. ഞാൻ പറഞ്ഞു.